ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കർത്താവെ ഞങ്ങളുടെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ കണ്ണുകളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽപ്പാൻ തക്കവണ്ണം സ്വർഗം അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ഇന്ന് രാത്രി ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം സംസാരിപ്പാൻ പ്രിയ സഹോദരനെ ദൈവം ബലപ്പെടുത്തണമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം, ജീവനുള്ള ദൈവത്തിന്റെ വചനം, അത് ചൈതന്യമുളവാക്കുന്ന ദൈവത്തിന്റെ വചനം, അത് ഇരുവാഴ്ചയിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറി ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി അത് ശക്തിയായി ബലമായി ഹല്ലേലൂയ ഹല്ലേലൂയ അത് ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ വചനമായി, പാറയെ തകർക്കുന്ന ചുറ്റികയായി, തീ പോലെ ഹല്ലേലൂയ വളർത്തുന്ന വിത്തായി, മധുരിപ്പിക്കുന്ന തേനായി, ഞങ്ങളുടെ കാലിന് ദീപമായി, ഞങ്ങളുടെ അണ്ണാക്കിന് പ്രകാശമായി, അണ്ണാക്കിന് മധുരമായി ഇന്ന് രാത്രിയിൽ അത് ഞങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഖത്തർ ചാപ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് വിവിധ ചുമതലകൾ കൊടുക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, പ്രാർത്ഥന ധ്വനിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റായി പ്രാർത്ഥിക്കുന്നു. അതിന്റെ മാനേജിംഗ് കമ്മിറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിലെ ചാപ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവനാമം മഹത്വമാക്കി അവിടുന്ന് തീർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവനാമം മഹത്വമാക്കി തീർത്താട്ട് കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോട് കേട്ടുത്തരമല്ലുമാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് നമ്മളൊരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. അതിനായിട്ട് പ്രിയ ബിനോയെയും അനുവിനെയും പ്രിയ സുമിയെയും ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വൈകിവേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഈ ദേശത്ത് ദൈവം നമുക്ക് കൂടി വരുവാനും പ്രാർത്ഥിപ്പാനും നൽകിയ അനേക പ്രതിസന്ധികളെ കൊണ്ട് നിറഞ്ഞതായ ഈ ലോകത്തിൽ അല്പസമയം ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നല്ല അവസരങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വൈകിവേളയിൽ പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു: ഈ മരുയാത്രയിൽ നമ്മളെ തനിയെ വിടാത്തവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ഉള്ളം തകരുന്ന നേരങ്ങളിൽ നമ്മളെ ഉള്ളം കരങ്ങളിൽ കാക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് തുടങ്ങുന്ന ഒരു ശാന്തമായ ഗാനം പാടിക്കൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. താമസമോ പ്രിയനേ കാവളം കേട്ടിടുവാൻ
യാത്രയിൽ എത്രയോ താമസമോ ഇല്ലനേ രാത്രിയിൽ ഞാൻ കണ്ണൽ നിറഞ്ഞിടുമ്പോ രാത്രിയിൽ ഞാൻ കണ്ണൽ നിറഞ്ഞിടുമ്പോ ഇങ്ങനെ കരയുന്നു ചൂടിപ്പാടി സുമതം എന്തിനു കരയുന്നു ചൂടിപ്പാടി സുമതം ോ കൂടെ വരും സഖിയ ഈ യാത്രയിൽ ഭാരങ്ങളെ കൂടെ വരും സഖിയ ഓടി ഞാൻ ദൂരെ തേടി ഞാൻ സ്നേഹമേറെ നേടിയതോ സ്വരം ബന്ധമോബന്ധനങ്ങൾ ഓടി ഞാൻ ദൂരെ തേടി ഞാൻ സ്നേഹമേറെ നേടിയതോ സ്വരം ബന്ധമോബന്ധനങ്ങൾ ഞാൻ സ്വന്തമായും ഞാൻ പരദേശിയല്ലേ സ്വന്തമായും പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എല്ലാവരും പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നല്ല പോരാടിയോട്ടോടിടാ നല്ല ബന്ധ നല്ല പാദം പിന്തുടർന്നിടാ നല്ല പോരാടിയോട്ടോടിടാ നല്ല ബന്ധ നല്ല പാദം പിന്തുടർന്നിടാ ആരും പാദം തള്ളിയിടാ
ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പാദം പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദ പ്രാപിക്കുന്നൊരേകം മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദ പ്രാപിക്കുന്നൊരേകം മാത്രമല്ലയോ. പാദം പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പാദം പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം. പിന്നിലുള്ള നാട്ടിലേക്ക് വേഗം ഓടിടാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം. നാട്ടിലേക്ക് നേരെ ഓടിടാം. പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആശയിച്ചയൊക്കെ അടക്കിയോടി ആശവച്ച പന്തയത്തോടിച്ചിടും. ആശയിച്ചയൊക്കെ അടക്കിയോടി ആശവച്ച പന്തയത്തോടിച്ചിടും. പാദം പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പാദം പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഏതു നേരത്തിൽ പിശാചിടച്ച് ചെയ്തിടും. ഏതു വേഗദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. ഏതു നേരത്തിൽ പിശാചിടച്ച് ചെയ്തിടും. ഏതു വേഗദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പാദം പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. കാടുമേടും കണ്ട് സംശയിച്ചു നിൽക്കാതെ ചാടി ഓടിപ്പോകുവാൻ ബലം ഭരിച്ചിടാം. കാടുമേടും കണ്ട് സംശയിച്ചു നിൽക്കാതെ ചാടി ഓടിപ്പോകുവാൻ ബലം ധരിച്ചിടാം. പാദം പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പാദം പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടമോടുവാനേകം മുന്നിലോ നോക്കിൻ ഭാര്യ പോലെ തിന്നു നോക്കി നിന്നു പോയി. ഓട്ടമോടുവാനേകം മുന്നിലോ നോക്കിൻ ഭാര്യ പോലെ തിന്നു നോക്കി നിന്നു പോയി. പാദം പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പാദം പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. അങ്ങും ഇങ്ങും നോക്കിയാൽ പോയാൽ അംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങും ഇങ്ങും നോക്കിയാൽ പോയിടാം. അംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പാദം പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. സമീപമായി കാലം കേട്ടിടാൻ സമയമായി വേഗമോടിടാം. ഓട്ടം തീരുന്നാൾ സമീപമായി കാലം കേട്ടിടാൻ സമയമായി വേഗമോടിടാം. പാദം പാദം തള്ളി ലക്ഷ്യം നോക്കി നേരെ
ൂട്ടം വിതയ്ക്കാം ഭാരം പാപം ലക്ഷ്യം നോക്കി ൂട്ടം വിതയ്ക്കാം ആദിമൂടി വിശ്രമിച്ചിരും നാട്ടിലും പാട്ട് പാടിയാനമിച്ചിരാം ആദിമൂടി വിശ്രമിച്ചിരും നാട്ടിലും പാട്ട് പാടിയാനമിച്ചിരാം ൂട്ടം വിതയ്ക്കാം ഭാരം പാപം ലക്ഷ്യം നോക്കി ൂട്ടം വിതയ്ക്കാം ഭാരം പാപം ലക്ഷ്യം നോക്കി കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിച്ചു. പ്രിയ അനുവിനോടും പ്രിയ സുമിയോടും കീബോർഡ് വായിച്ച നമ്മുടെ പ്രിയ സഹോദരൻ ആമേൻ ബിനോയോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കും. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനായി നമ്മുടെ ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കർത്താവ് വരുവാൻ താമസിച്ചതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈ 2024 6 മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചതിനായി നമ്മുടെ ദൈവത്തിന് നന്ദി പറയാം. എല്ലാ കരങ്ങളും ഉയർത്തി ഒരു നിമിഷം ഭാരവും പാപവും വിട്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസത്തിന്റെ ആമേൻ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കി സ്ഥിരതയോടെ ദിവസങ്ങളിൽ ഓടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനായി എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട് നമ്മൾ പാടിയ പാട്ട് നമ്മുടെ ആത്മീയ ഉത്തേജനം നൽകുന്ന, നമുക്ക് സ്ഥിരത നൽകുന്ന, നിയോഗം നൽകുന്ന, ആത്മഭാരം നൽകുന്ന, ആത്മാർത്ഥതയോടുകൂടി ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമ്മെ അറിയുന്ന, നമ്മളെ കാണുന്ന, നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് വ്യക്തമായും ശാന്തമായും ഇന്ന് രാത്രിയിൽ ഇടപെടുവാൻ, ദൈവവചനത്തിലൂടെയുള്ള മർമ്മങ്ങളെ ഇന്ന് രാത്രിയിൽ ഗ്രഹിപ്പാൻ, അനേകം വിഷയങ്ങൾക്ക് വേണ്ടി രാത്രിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് വിടുതലായി തീരുവാൻ, ഹല്ലേലൂയ, ദൈവശക്തി അതിലൂടെ മനസ്സിലാക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാൻ, ദുഃഖിതരെ ദൈവം ആശ്വസിപ്പിക്കുവാൻ, നിരാശയുടെ കെട്ടുകളിൽ താണമർന്നുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ അവിടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ഹല്ലേലൂയ, രാത്രിയിൽ കാണേണ്ടവനെ കാണേണ്ടതുപോലെ കാണുവാൻ, അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയുവാൻ, ഗ്രഹിക്കേണ്ടത് ഹല്ലേലൂയ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കേണ്ടതിനായി ഹല്ലേലൂയ, എല്ലാവരും ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ എല്ലാവരെയും ഖത്തർ ചാപ്റ്ററിന്റെ ആമേൻ പേരിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു, ആമേൻ വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തുടർന്ന് നമ്മൾ വിഷയങ്ങൾക്ക് വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രയർ കോർഡിനേറ്റേഴ്സിൽ ഒരാളായിരിക്കുന്ന പ്രിയ സഹോദരൻ ഫിലിപ്പി പൊന്നച്ചനാണ്. ആ പ്രിയ സഹോദരനെ അതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ആമേൻ ലഭ്യമായിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നു. ആമേൻ, എല്ലാവരും പ്രാർത്ഥനയിൽ സഹകരിക്കണം. ആരുടെയും പേരുകൾ നമ്മൾ പറയാറില്ലല്ലോ. പരിശുദ്ധാത്മാവ് ഉത്തേജിപ്പിക്കുന്ന പോലെ ചുരുക്കമായി വിഷയങ്ങൾ പറയുമ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആമേൻ, നാട്ടിൽ നിന്ന് കൈപ്പട്ടൂര് ഷാരോൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സുരേന്ദ്രൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ വീട്ടില് നെറ്റിൻ്റെതായ ചില സ്ട്രഗിളിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ ചെയ്യുന്നത്.
വേറെ പെട്ടെന്ന് അങ്ങോട്ടും പോകാനുള്ള സാഹചര്യം കിട്ടിയില്ല മുന്നോട്ട് പോകാൻ. ദൈവം ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനാധുനിയുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമാം വിധം ഓരോ ചാപ്റ്ററുകളിലും വിവിധ ചാപ്റ്ററുകളിലും നമുക്ക് അനുഗ്രഹമാം വിധം നടക്കുന്നുവല്ലോ. ആദ്യമായിട്ട് നമുക്ക് പ്രാർത്ഥനാധുനി ഓർത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ ചാപ്റ്ററുകളായി ഓരോ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് ഓരോ വിഷയങ്ങളെ ഓർത്തുകൊണ്ടൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനാധുനിയുടെ ഇന്റർനാഷണൽ നേതൃത്വം നൽകുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയലിന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദേവദാസന് ഒരു ചെറിയ തുടക്കമായി 2000 ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയ ഒരു ചെറിയൊരു തുടക്കമാണ് ഇന്ന്. അത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അനേക ചാപ്റ്ററുകൾ രൂപീകരിക്കുവാനും വ്യത്യസ്തമായ അനേക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനും ഒക്കെ ദേവദാസനിൽ കൂടെയൊക്കെ ദൈവം ഇടയാക്കി നമ്മളിൽ കൂടെയൊക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഖത്തറിൽ വിവിധ രാജ്യങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെ ജില്ലകൾ തോറുമായി അതിന്റെ ചാപ്റ്ററുകൾ രൂപീകരിക്കുവാനും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ഒക്കെ ദേവദാസന്മാരെ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനാധ്വനിക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റുള്ള നേതൃത്വങ്ങൾക്ക് ഒരു വ്യത്യസ്തമായി മറ്റുള്ളവർ മറ്റു പല കാര്യങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ പ്രാർത്ഥനാധ്വനിയുടെ ആ പേര് പോലെ തന്നെ പ്രാർത്ഥനാധ്വനി ഊന്നൽ നൽകുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ്. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുകയാണ് പ്രാർത്ഥനാധ്വനിയെ കുറിച്ച് പ്രാർത്ഥനാധ്വനി ഊന്നൽ നൽകുന്നത്. പ്രത്യേകമായി ആ ദൈവം കൊടുത്തിരിക്കുന്ന ആ ദർശനത്തിൽ തന്നെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനാധ്വനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന, കേരളത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥനാധ്വനിക്ക് നേതൃത്വങ്ങൾ ഉളവായിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വിവിധ ചാപ്റ്ററുകൾ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും കൃത്യമായി അവർക്ക് വേണ്ടുന്നതായ അതിന്റെ കൗൺസിൽ മെമ്പേഴ്സിന് വേണ്ടുന്നതായ ഗൈഡൻസ് കൃത്യമായി ദൈവം നൽകി കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ആരെങ്കിലും ഒരാളെ പ്രാർത്ഥനയിൽ നേതൃത്വം നൽകാം. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, മനോഹരമായ നല്ല രാത്രിയിൽ അപ്പന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അപ്പച്ച കർത്താവേ, ലോകമെമ്പാടും പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമായിരിക്കുമ്പോൾ ഞങ്ങളുടെ അപ്പച്ചനോടല്ലാതെ ഞങ്ങളുടെ ആവലാദികൾ പറയുവാൻ മറ്റാരുമില്ലല്ലോ. അവിടെ ഞങ്ങളുടെ വിടുതലും ആശ്വാസകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ രക്ഷിതാവുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, കർത്താവിന്റെ ദാസൻ ബെൻസൺ ഡാനിയൽ പാസ്റ്റർ കൂടെ ദൈവത്തിന്റെ ദർശന പ്രകാരം തുടങ്ങിയ ഈ പ്രാർത്ഥനാധ്വനി ഇത്രത്തോളം അനുഗ്രഹപൂർണ്ണമാക്കിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തുതിക്കുന്നു. പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം തമ്പുരാൻ കൃപ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. ലീഡിവാൻ ഞങ്ങളുടെ ഭക്തനെ കർത്താവെ അവിടുന്ന് സഹായിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത കർത്താവെ, ഇതിന് നേതൃത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഓരോ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവദാസിദാസന്മാരെയും കുടുംബങ്ങളായി വ്യക്തികളായി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഖത്തറിലുള്ള ദൈവസഭയ്ക്കായി സ്തോത്രം, ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസന് കുടുംബത്തിനായി സ്തോത്രം, എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ സൂം മീറ്റിംഗിൽ കൂടി കടന്നുവന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ ജോലികളൊക്കെ കഴിഞ്ഞ പ്രിയപ്പെട്ടവർ വിശ്രമിക്കേണ്ട സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഈ സമയം തന്നെ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹമായിരിക്കണം ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഇന്ന് രാത്രി ഞങ്ങൾ അപ്പന്റെ സന്നിധിയിലായിരിക്കുന്നത് ഞങ്ങളുടെയും ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരിക്കാൻ ദൈവം സഹായിക്കണമേ. കർത്താവേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഞങ്ങളുടെ ഭക്തനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവാലോചന പറഞ്ഞു തരുവാൻ അങ്ങയുടെ ഭക്തനെ കർത്താവിന്റെ ബലമുള്ള കരത്തിൽ അവിടുന്ന് വഹിച്ചു കൊള്ളണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നോട്ടത്തിലെ, ഭാവത്തിലെ, ചിന്തയിലെ, കൊടുക്കവാങ്ങൽ, സംസാരങ്ങൾ, ഇടപാടുകളിൽ അടിയങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുവശങ്ങളും കുറവുകളും ദൈവം തമ്പുരാൻ ക്ഷമിക്കണമേ. ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകള് അവിടെ നോർക്കല്ലേയും ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദ്യോടുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കും, മഹത്വമെല്ലാം കർത്താവ് എടുക്കും. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുമ്പോൾ ദയതോന്നി കേട്ട് ഉത്തരം തരണമേ നല്ല പിതാവേ. ആമേൻ. പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവം അത്ഭുത ദൈവിക പ്രവർത്തികൾ ഓരോ ചാപ്റ്ററുകളും പ്രവർത്തിക്കുന്നതിനാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വീണ്ടും ദൈവം ധാരാളമായി സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഏവരും കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് എന്റെ ജ്യേഷ്ഠന്റെ വൈഫിന്റെ വിഷയം. സഹോദരിക്ക് കർത്തറാസിക്ക് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുകയാണല്ലോ.
ദൈവം അനേക ദൈവിക വിടുതലുകളൊക്കെ കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം ചെയ്തെടുത്തു. ശാരീരികമായ അനേക ക്ലേശങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ബെഡ് റെസ്റ്റിലാണ്. എന്നാൽ ചില സമയങ്ങളിലൊക്കെ നോർമൽ ആകും, ചില സമയങ്ങളിൽ ഒത്തിരി വീക്കായിട്ട് പോകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 3 അറ്റാക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുവാനൊക്കെ ഇടയായി തീർന്നു. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് അഡ്മിറ്റ് ചെയ്യുവാനോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇരിക്കുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താലും പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. ഡോക്ടേഴ്സ് പ്രതീക്ഷയ്ക്ക് വകയില്ല, ഇനിയും ഒരു രക്ഷയില്ല എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് അവർ ഒരുമിച്ച് തിരുവനന്തപുരത്തെ മൺവിള സഭാ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവദാസനും ദേവദാസിയുമാണ്. എന്റെ ജ്യേഷ്ഠൻ ഇവിടെ 2 മാസത്തോളമായി വിസിറ്റിങ്ങിന് ഖത്തറിലുണ്ടല്ലോ. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ആ ദേവദാസി ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഹോസ്പിറ്റലിൽ അവരെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിരുന്നു. അവർ അഡ്മിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. അവർ കുറെ ICUയിലിടുകയും വെന്റിലേറ്ററിലൊക്കെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ടൊരു ഇമ്പ്രൂവ്മെന്റ് നടക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പിന്നെയും വർദ്ധിച്ചു വരികയാണ്. 2 ബ്രെയിനിൽ 2 ട്യൂമർ ഉണ്ട്. കിഡ്നി പ്രോബ്ലംസ് ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഫിക്സ് വരുന്നുണ്ട്. ഇങ്ങനെ ശരീരം മുഴുവനും കിഡ്നിക്ക് പ്രോബ്ലം ആയതുകൊണ്ട് ശരീരത്ത് മുഴുവനും നീര് വ്യാപിച്ച ഒരവസ്ഥയാണ്. യൂറിൻ പോകുവാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ പോയി യൂറിൻ ട്യൂബ് ഇടുവാനിടയായി തീർന്നു. യൂറിൻ ട്യൂബ് ഇടുമ്പോൾ നല്ല മൊത്തം ഫുൾ ബ്ലഡ് ആണ് ശരീരത്തു നിന്ന് ഇറങ്ങി വരുന്നത്, യൂറിൻ ഫുള്ളായിട്ട് വരുന്നത്. അങ്ങനെ വളരെയധികം ശാരീരികമായ പ്രയാസങ്ങളിലൊക്കെ കടന്നു പോകുന്നു. മോഷൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ ഫുഡ് ശരിയായിട്ട് കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ കഴിഞ്ഞ നാളുകളൊക്കെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞാണ് കുടുംബപരമായിട്ട്. അതുകൊണ്ട് ദൈവം ഇതിന്മേലും ദൈവത്തിനൊരു നീതി ചെയ്യുവാനുണ്ട്. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ ഇപ്പോഴും പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം പ്രത്യാശ കൊണ്ടാണ് ഓരോ നിമിഷങ്ങളുമായി തീരുന്നത്. ആത്മാർത്ഥമായിട്ട് ദേവദാസി ഓർത്ത് പ്രാർത്ഥിക്കാം. 2 കുഞ്ഞുങ്ങളാണ് അവർ കൂടെ, കൊച്ചുമക്കളാണ്. 3 വയസ്സും 1.5 വയസ്സും 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഈ വിഷയത്തിൽ ഒരു അത്ഭുത ദൈവപ്രവൃത്തി ചെയ്യേണ്ടതിനായിട്ട് സുവിശേഷ വേലയിൽ വർദ്ധിച്ചു വരേണ്ടവരാണ്. സുവിശേഷമായ ജ്യേഷ്ഠന്റെ കാര്യം പറഞ്ഞ അദ്ദേഹം നല്ലതുപോലെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തു പോകുന്നതാണ്. പക്ഷേ കർത്തദാസിക്ക് ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോ പിന്നെ ശുശ്രൂഷയ്ക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെയായി. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഏറ്റവും മാത്രമാണ് ഇങ്ങനെ വരുവാനൊക്കെ ഇടയായി തീർന്നത്. അല്ലാതെ ഇട്ടിട്ട് അങ്ങനൊന്നും വരാൻ പറ്റുന്ന സാഹചര്യമല്ല. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദേവദാസി ഓർത്തതാണ്. ദൈവത്തിന്റെ ഹിതം എന്താണോ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് ദൈവം നിവർത്തിക്കണം. ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പെടുന്നതും ഒത്തിരി ബുദ്ധിമുട്ടുന്നതും എല്ലാവർക്കും ഒരു ഭാരമാണ്. നീണ്ട നാളുകൾ ദൈവം ഈ വിഷയത്തിന് ഒരു അത്ഭുത ദൈവ പ്രവൃത്തി ചെയ്യേണ്ടതിനായിട്ട് ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ. നെറ്റിന് പ്രോബ്ലം ഉണ്ട്. ഒന്നുകൂടെ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത വിഷയം പറയണം. ദേവദാസിയുടെ പേരൊന്ന് പറഞ്ഞത്. ഷീബ. അപ്പൊ ഞാൻ ഓർമ്മ ഷീബ എന്നാ വന്നത്, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അവര് ട്രിവാൻഡ്രത്തിനടുത്തുള്ള എന്തോ മൺവിള ചർച്ചകോടിലല്ലേ? ഓക്കെ, ഒന്ന് നെറ്റ് കറക്റ്റ് ചെയ്തോ, അപ്പോഴത്തേന് പ്രാർത്ഥിക്കുമല്ലോ. അത് നെറ്റ് ക്ലിയർ അല്ലായിരുന്നു. നമുക്ക് നമ്മുടെ ഈ സുമിലായിരിക്കുന്ന സഹോദരന്മാരോ സൂര്യമാരോ പിതാക്കന്മാരോ ആരെങ്കിലും ഒരാളാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനു മുമ്പായിട്ട് നമ്മുടെ മനസ്സൊന്ന് ഏകാഗ്രതമായിക്കൊണ്ട്, നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് രാത്രി നമുക്ക് വിശ്വസിച്ച് നമ്മൾ വിവിധ ഭവനങ്ങളിലാണ് ഇരിക്കുന്നെങ്കിലും വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മൾ അനുഭവിച്ചറിയുവാൻ പോവുകയാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന ഒരു കുടുംബമാണ്. നമ്മുടെ ഫിലയുടെ നേരെ മൂത്ത ദൈവദാസനാണ്. മണ്ണുവിള ചർച്ചകളിലെ ശുശ്രൂഷകനാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രം. അവസ്ഥകളെല്ലാം നമ്മൾ ഏറെക്കുറെ ക്ലിയർ ആയിട്ട് കേൾക്കുവാൻ ഇടയായി. എന്നാൽ അവസാനം വന്നപ്പോൾ അത് അല്പം ഡിസ്റ്റർബൻസ് ഉണ്ടായെങ്കിലും
വിഷയം നമ്മൾ മനസ്സിലാക്കിയല്ലോ. ശിവസിസ്റ്ററോട് ദൈവം മനസ്സലിയേണ്ടതിനായി, കർത്താവിന്റെ കരം നീട്ടേണ്ടതായി, ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകേണ്ടതിനായി, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും സമ്പൂർണമായ വിടുതൽ പ്രാപിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾക്ക് ഒരുമിച്ച് ആ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം ഏകാഗ്രതമാക്കി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ നദികളെ ക്ഷമിക്കണമേ, ദൈവദാസിയെ സൗഖ്യമാക്കണമേ. മൈലുകൾക്കപ്പുറം താണ്ടി ചെല്ലുന്ന ദൈവത്തിന്റെ ആ ശക്തി പ്രിയ മകളുടെ ധമനികളുടെ മേൽ, ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, എല്ലാ ഇന്റേണൽ ഓർഗൻസിന്റെ മേലും ദൈവശക്തി ആവരിക്കേണ്ടതിനായി എല്ലാവരും ആത്മാർത്ഥമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് പരിശുദ്ധാത്മ നിയോഗപ്രകാരം ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ ഷോമൽ അൺമ്യൂട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, ജോയിച്ച സൗണ്ട് കേൾക്കില്ല. ജോയിച്ച ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? ജോസഫ് ജോയ് പറഞ്ഞതൊന്നും കേട്ടില്ല, ഇപ്പോഴാണ് അൺമ്യൂട്ട് ആയത്. ഇനിയും പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ ദൈവമായ കർത്താവ് ഇടങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് തരുന്ന സാവകാശത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ കർത്താവ് ഈ പ്രത്യേക വിഷയമായി അവിടുത്തെ സന്നിധി കടുത്തു വരുന്ന കർത്താവ്, വിശേഷാൽ കർത്താവ് അങ്ങയുടെ ദാസിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, 2 or 3 പേർ ഹല്ലേലൂയ അപേക്ഷിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി തരാമെന്നുള്ള അവിടുത്തെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ ദൈവദാസിക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുക്കേണ്ടതിന്, ദൈവത്തിന്റെ കരം പ്രവർത്തിക്കേണ്ടതിന് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനെ ദൈവം ഓർക്കണമേ, ആ കുഞ്ഞുങ്ങളെ കർത്താവ് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗികൾക്ക് സൗഖ്യം നൽകുന്ന കർത്താവാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വാസത്തോടും ഹൃദയ നുറുക്കത്തോടും കൂടെ ഞങ്ങൾ ഒരു മനസ്സോടെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ അത്ഭുതകരം നീട്ടേണ്ടതിനായി, കർത്താവ് തൊട്ട് സൗഖ്യമാക്കേണ്ടതിനായി, ഹല്ലേലൂയ, അതിവേഗം ഓടുന്ന കർത്താവിന്റെ വചനത്തിനായി സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാലും സ്തോത്രം. ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അനുഭവ സാക്ഷ്യത്തിനായി കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നുവെന്ന് കർത്താവെ മനസ്സിലാക്കത്തക്ക നിലയിൽ, ഞങ്ങളുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ ഒരു അത്ഭുത വിടൽ കർത്താവ് ചെയ്യുമാറാകണമേ. ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ്, അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്തിരിക്കാൻ സ്തോത്രം. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അത്ഭുതകരമായി വിടുതൽ നൽകി കൊടുക്കുന്നതിനാൽ നമുക്കത് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദിവസങ്ങളിൽ നമ്മൾക്ക് നീണ്ട ദിവസങ്ങളിലായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നു ഇലക്ഷൻ്റെതായ ഇന്ത്യയിൽ നടന്ന ഇലക്ഷൻ്റെതായ വിഷയങ്ങൾ. നമ്മൾ ഏവരും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം ആ വിഷയത്തിന്മേൽ ഒരു ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് മാറി ഒരു കൂട്ടമായ ഒരു ഭരണം മാണ് അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഏകാധിപത്യ ഭരണമായിരുന്നെങ്കിൽ വിവിധമായ വിഷയങ്ങൾ പിന്നെയും രൂപപ്പെട്ടേനമായിരുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ കണ്ടതാണ്, അനേകമായ ഇതുവരെ കേട്ടിട്ടില്ലാത്തതായ പ്രവർത്തനങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നതും അവർ ഏകാധിപത്യ ഭരണത്തോടു കൂടിയൊക്കെ ചെയ്യുന്നതൊക്കെ നാം കണ്ടതാണ്. ദൈവം ആ വിഷയത്തിന്മേലൊക്കെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ
ഈ നാളുകളിൽ ചെയ്തെടുക്കണം. നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട എല്ലാവർക്കും ഉചിതമായ രീതിയിലുള്ള ഒരു ഭരണം അവർ കാഴ്ചവെക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അറിയുന്നത് പോലെ മണിപ്പൂരിൽ ഉണ്ടായ വിഷയങ്ങൾ നമുക്കെല്ലാം നന്നായി അറിയാം. മണിപ്പൂരിൽ അനേകമായ ക്ലേശങ്ങളിലൊക്കെ ഇപ്പോഴും അവിടെ ആൾക്കാർ കടന്നു പോവുകയാണ്. ദൈവം അതിന്മേൽ ഒരു ദൈവത്തിന് നീതി ചെയ്യണം. നാളുകളിൽ സ്തോത്രം പീഡകൾ അനുഭവിച്ച അനേകർ ഉണ്ട്. അവർക്കൊക്കെ ഒരു ശാശ്വതമായ ഒരു നീതി അവരുടെ ജീവിതത്തിൽ ദൈവം നൽകി കൊടുക്കണം. കുറ്റവാളികൾക്കൊക്കെ എതിരെ ഗവൺമെന്റ് ശക്തമായി ആക്ഷൻ എടുക്കത്തില്ല എന്ന് നമുക്കറിയാം. എന്നാലും അതിന്മേൽ ദൈവം ഒരു നീതി ചെയ്യുന്നുണ്ട്. ദൈവം അറിയാതെ അല്ല എന്തെങ്കിലും രാജ്യങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്. ദൈവത്തിന്റെ നീതി അതിന്മേൽ ദൈവം പരിപൂർണമായി ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം. സ്തോത്രം ഭരണാധികാരികൾ അതിൻ പ്രകാരം ഇനി മുൻപോട്ടുള്ള നാളുകളിൽ ഭരിക്കേണ്ടതിനായിട്ട് നമ്മുടെ ഇന്ത്യ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അവർ സ്വാർത്ഥ ചിന്തകളൊക്കെ വിട്ട് രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നാളുകളൊക്കെ അപ്രകാരം ഇന്ത്യ മഹാരാജ്യത്തെ പടുത്തുയർത്തേണ്ടതിനായിട്ട് കഴിഞ്ഞ നാളുകളൊക്കെ അനേകർ വില കൊടുത്ത് ഇത്രത്തോളം രാജ്യത്തെ ആക്കിയെടുത്തതാണ്. അതാരും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നും അതിനെ വ്യർത്ഥമായി വിനിയോഗിക്കാതെ രാജ്യം എല്ലാ ഇടങ്ങളിലും എല്ലാവർക്കും ഒരു പ്രചോദനമാകാനും എല്ലാവർക്കും ഒരു കഴിഞ്ഞ നാളുകളൊക്കെ ആ രാജ്യം വലിയ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ച രാജ്യമാണ്. അനേകർക്ക് മാതൃകയായി നിന്നാണ് ഇന്ത്യ രാജ്യം. ഇന്ന നാളുകളിൽ അപ്രകാരം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുന്നത് പോലെ അനേകർ അഭിമാനിക്കത്തക്കവണ്ണം രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് മത സ്വാതന്ത്ര്യങ്ങളൊക്കെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഉത്തർപ്രദേശിലൊക്കെ ഇപ്പോഴും ദേവദാസന്മാരൊക്കെ പീഡകൾ അനുഭവിക്കുന്നുണ്ട്. അനേക മറ്റേ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വളരെയധികം ക്ലേശങ്ങൾ കൂടിയാണ് ഇപ്പോഴും ദേവദാസന്മാരും ദൈവജനവും ഒക്കെ കടന്നു പോകുന്നത്. ആ ദേശങ്ങളിലെല്ലാം ഒരു ദൈവിക സന്ദർശനം ഈ നാളുകളിൽ വെളിപ്പെടണം. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് ഭരണാധിപന്മാരെ ഓർത്ത് ഭരണകർത്താക്കൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. കരുണാസമ്പന്നമേ സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ പുത്രനെ രക്ഷിതാവും കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ ദൈവമായ കർത്താവേ, കർത്താസന്മാരാകുന്ന ഓരോരുത്തരും ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ഇന്ത്യ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമായ കർത്താവേ ഇന്ത്യയോട് കർത്താവ് സഹായിക്കണം, മനസ്സിലിയുമാറാകണമേ. ദൈവമായ കർത്താവേ എല്ലാവരും പ്രാർത്ഥിച്ച പ്രകാരം ഒരു കർത്താവേ ഏകപക്ഷീയമായ ഗവൺമെന്റ് വരാതെ ഒരു കൂട്ടുപക്ഷം അതിൽ വരുവാൻ തൊക്കെ കർത്താവ് പ്രസാദിച്ചല്ലോ. സ്വർഗ ദൈവമായ കർത്താവേ ഹല്ലേലൂയ. ദൈവമേ വടക്കേ ഇന്ത്യയിൽ കർത്താവ് ഞങ്ങളുടെ ജനത്തെ ഉപദ്രവിക്കുന്ന മതകർത്താവെ കാര്യങ്ങളൊക്കെയും ദൈവമായ കർത്താവിന് അറിയുന്നല്ലോ. അതിനൊക്കെയും ഒരു ശാശ്വത പരിഹാരം വരുവാൻ തൊക്കെ ദൈവമായ കർത്താവെ അങ്ങോട്ട് വിടുമാറാകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. ദൈവമായ താങ്കളുടെ ദാസന്മാരെ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ. എന്റെ ദൈവമായ കർത്താവ് അനേക വിഷയങ്ങളിൽ കർത്താവ് മുഖാന്തരം ദേശത്തിന് കർത്താവ് സൗഖ്യവിധത്തക്കവണ്ണം ദൈവമായ കർത്താവ് പ്രത്യക്ഷമായി എന്റെ ദൈവമായ കർത്താവ് വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ എന്റെ കർത്താവ് ഇടപെട്ട് കർത്താവ് ഹല്ലേലൂയ മതസ്വാതന്ത്ര്യം ലഭിച്ച് കർത്താവ് ദാസന്മാർക്ക് വേണ്ടി സ്വാതന്ത്ര്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരാധിക്കുവാൻ എന്റെ ദൈവമായ സാഹചര്യങ്ങളെ സുഖത്തിലെ ദൈവമായ കർത്താവ് ഒരുക്കുമാറാകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് മണിപ്പൂരിനായി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. അനേകരും കർത്താവ് ഞങ്ങളുടെ മക്കള് കർത്താവ് പ്രയാസപ്പെടുകയും ദുഃഖത്തെ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും കർത്താവ് എന്റെ വിശ്വാസ പരിഹാരം വന്നിട്ടില്ല. ദൈവമായ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായ വിടുതൽ കർത്താവ് ദേശം കർത്താവ് നൽകുമാറാകണമേ. അപ്രകാരം പ്രയാസം മറ്റൊരു സംസ്ഥാനം ഉണ്ടാകുവാൻ ഇടയാകാതെ വണ്ണം എന്റെ ദൈവമായ തടുക്കുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശേഷങ്ങളുടെ ഭരണാധികാരികളെ ഞങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട ജ്ഞാനവും പരിജ്ഞാനം നൽകണമേ. നീതിയോടെ ന്യായത്തോടെ കർത്താവ് ഭരണകർത്താവും ചെയ്യുവാൻ തൊക്കണം അവരെ കർത്താവ് സഹായിക്കണമേ. നേർവഴി കാണിക്കുമാറാകണമേ. കർത്താവ് വേണ്ട ബുദ്ധി ജ്ഞാനവും നൽകുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സ്തോത്രം. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന IAS IPS ഓഫീസർമാർക്കായി സ്തോത്രം ചെയ്യുന്നവരൊക്കെയും എന്റെ ദൈവമേ നീതിയുക്തമായ കർത്താവ് കാര്യം ചെയ്യുവാൻ തൊക്കണം അങ്ങയുടെ കർത്താവ് സഹായിക്കുമാറാകണമേ. അങ്ങയുടെ ജനത്തിന് അങ്ങയുടെ സഭയ്ക്ക് അങ്ങയുടെ ദാസന്മാർക്കൊക്കെ കർത്താവ് അനുകൂലമായി തീരുവാൻ കർത്താവ് വെടിയാക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹാമന്മാരെ മാറ്റുമാറാകണമേ, മൊർദെഖായിമാരെ എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സ്തോത്രം. കർത്താവിന്റെ ബലമുള്ള കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
പ്രാർത്ഥന കേട്ട ദൈവം വലിയ രാജ്യത്തിന്മേൽ വലിയ ദൈവിക പ്രവർത്തികൾ ഈ നാളുകളിൽ ദൈവം ചെയ്തെടുക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. അടുത്തതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള വിഷയം അനേകർ നമുക്കറിയാം ഈ നാളുകളൊക്കെ അനേകർ ക്യാൻസർ രോഗത്താൽ അനേകർ ഒത്തിരി ഭാരപ്പെടുന്ന അനേകരുണ്ട്. പുറത്തു പറയുവാൻ കഴിയാതെ ആയിരിക്കുന്ന അനേകരുണ്ട്. ക്യാൻസർ രോഗത്താലൊക്കെ ഭാരപ്പെട്ടിട്ട് ഒത്തിരി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവര്, കീമോ ഒക്കെ എടുത്ത് ഒത്തിരി ശാരീരികമായ ക്ഷീണങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ BIPCയിലെ പാസ്റ്റർക്കൊക്കെ ശാരീരികമായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയിൽ ഈ ദിവസങ്ങളൊക്കെ വന്ന അനേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. അഞ്ജലി സിസ്റ്റർ ഉദരത്തിൽ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ ഉദരത്തിൽ ക്യാൻസർ രോഗം വ്യാപിച്ചിരിക്കുന്ന ഡോക്ടർമാർ അറിയിച്ച വളരെയധികം ക്ലേശങ്ങൾ കൂടി ആ കർത്തരാസി പറയുന്നു കടന്നു പോകുന്നു. കൊഴുക്കുവള്ളി IPC സഭാംഗമാണ്. ഈ നാളുകളിൽ ദൈവത്തിന്റെ വലിയ ഒരു പ്രവൃത്തി കേൾക്കുന്നില്ലല്ലോ. സോറി, ക്ഷമിക്കണം. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദിവസങ്ങളിലെ പ്രാർത്ഥനാ ധ്വനിയിൽ വന്ന സോറി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം കേൾക്കാം. ഓക്കെ. പ്രാർത്ഥനാ ധ്വനിയിൽ വന്ന സിസ്റ്റർ അഞ്ജലി സിസ്റ്റർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കൊഴുക്കുവള്ളി IPC സഭാംഗമാണ്. നമ്മുടെ BIPCയിലെ പാസ്റ്റർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദേവദാസനും ശാരീരികമായ ഒത്തിരി ക്ലേശങ്ങൾ കൂടിയൊക്കെ കടന്നു പോകുന്നു. കുന്നം ഷാരൻ സഭാംഗമായ അന്നാമോള് കിഡ്നിക്കുള്ളിൽ മുഴയായി തിരുവനന്തപുരം RCCയില് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ഇപ്പോഴും ഭവനത്തിൽ വിശ്രമിക്കുവാണെന്നാലും കീമോയ്ക്കായി ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകേണ്ടതായ സാഹചര്യമാണ്. ആളുകൾ ദൈവം അറിയാതല്ല ഓരോ നമ്മുടെ ജീവിതത്തിൽ ഓരോ കഷ്ടതകളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നത്. നമ്മുടെയൊക്കെ ആൾക്കാർക്ക് വരുമ്പോഴാണ് അതിന്റെ തീഷ്ണത നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നത്. ദൈവം സ്തോത്രം പരീക്ഷ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പരിഹാരവും ദൈവത്തിന്റെ പക്കലാണ്. ആളുകൾ ദൈവം ഓരോരുത്തർക്കും ക്യാൻസർ സംബന്ധമായൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്ന അനേകർ കാണും, നമ്മുടെ പ്രയർ റിക്വസ്റ്റിൽ വന്നിട്ടില്ലാത്ത അനേകർ കാണും. അവർക്ക് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് അത്ഭുതകരമായ വിടുതൽ നൽകേണ്ടതിനായിട്ടും ഈ ഒരു സാഹചര്യങ്ങളൊക്കെ അവർക്ക് അഭിമുഖീകരിക്കുവാനുള്ള ആത്മീക ബലം പ്രാപിക്കേണ്ടതിനുമായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ ഈ വിഷയത്തെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. പറയപ്പെട്ട വിഷയത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കർത്താവേ, അനേക പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നവർ പ്രാർത്ഥന അയച്ചിട്ടുണ്ടല്ലോ. അവരെയൊക്കെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സിസ്റ്റർ അഞ്ജലിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അന്നാമോൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതുപോലെ തന്നെ കർത്താവേ സാങ്കുട്ടി പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനേകർ കർത്താവേ രോഗത്താൽ വളരെ കഷ്ടങ്ങളിൽ വേദനയിലൂടെ കടന്നു പോകുന്നല്ലോ. അങ്ങ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ഈ രാത്രി കാലം ഞങ്ങൾ ഒരുമനപ്പെട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതത്തിന്റെയും സൗഖ്യത്തിന്റെയും കാര്യം ഓരോ ജീവിതങ്ങളുടെ മേലും അവിടുന്ന് വ്യാപരിക്കണമേ. സൗഖ്യദായകൻ ഇറങ്ങി കർത്താവേ പ്രവർത്തിക്കണമേ. ശിരസ് മുതൽ ഉള്ളൻകാൽ വരെ നിർമ്മിച്ച സ്വർഗത്തിലെ ദൈവം ശരീരത്തിലെ സകല ഞാടി ഞരമ്പുകളെയും ബലപ്പെടുത്തിക്കൊള്ളണമേ. കർത്താവേ, ദൈവശക്തി ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കീമോ എടുത്ത് വളരെ പ്രയാസത്തോടെ വേദനയോടെ ആയിരിക്കുന്നവരുണ്ട്. കർത്താവേ, കിഡ്നിയിൽ കർത്താവേ വളരെ ക്ലേശങ്ങൾ രോഗത്താൽ അനുഭവിക്കുന്നവരുണ്ട്. ഇത്തരണം അവരെയൊക്കെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അറിഞ്ഞു അറിയാതെ മറ്റനേക പ്രിയപ്പെട്ടവർ കർത്താവേ രോഗത്താൽ കഷ്ടപ്പെടുന്നല്ലോ. സൗഖ്യം നൽകണമേ, വിടുതൽ അവിടുന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് അസാധ്യം ഒന്നുമില്ലല്ലോ. സ്വർഗീയ ഡോക്ടറുടെ കരമിറങ്ങി ഒന്ന് പ്രവർത്തിച്ചാട്ടപ്പ. അവിടുന്ന് സകലത്തിനും ശക്തനാണല്ലോ. കർത്താവേ, ആ ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ സാധുക്കളായി ഞങ്ങൾ ഒരുമനപ്പെട്ട് ഈ രാത്രികാലെ പ്രാർത്ഥിച്ച്
വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ് കർത്താവെ. അവിടുന്ന് അതിന്മേൽ വലിയ വിടുതൽ അയച്ചിരിക്കാൻ സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഓരോ ജീവിതങ്ങളുടെ മേൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനാൽ സ്തോത്രം. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലോ. വിടുതൽ അവിടുന്ന് നൽകിക്കാട്ട് കർത്താവെ. സൗഖ്യം അവിടുന്ന് കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. ഈ ലീഡ് ചെയ്യുവാൻ അങ്ങയുടെ വൃത്തിനെ കർത്താവ് ശക്തീകരിക്കുന്നതിനാൽ സ്തോത്രം. കൃപയിൽ നിർത്തണം കർത്താവെ. നെറ്റ്വർക്കുകളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നാട്ടെ. ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. ദൈവം എല്ലാവർക്കും അത്ഭുതകരമായ വിടുതലും സൗഖ്യവും ആരോഗ്യവും ഒക്കെ കൊടുക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ദൈവം വീണ്ടും ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഹാലിയ സ്തോത്രം. വീണ്ടും ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം വിവിധ രാജ്യങ്ങളില് യുദ്ധക്കെടുതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അനേകർ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകരെ സ്ഥലങ്ങളിലൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹാലിയ സ്തോത്രം. യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും, എങ്ങനെയായി തീരുമെന്ന് ആർക്കും അറിയുകയില്ല. എന്നാൽ സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു കർത്താവുണ്ട്. സകലത്തിന്മേൽ അധികാരമുള്ള ഒരു ദൈവമുണ്ട്. കാറ്റ് അടങ്ങ്, കടല് ശാന്തമാകുക എന്ന് കൽപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ ഒരു വാക്കിന്റെ മുൻപിൽ സകലത്തിന്മേൽ ഹാലിക സ്തോത്രം സകല പ്രതിസന്ധികൾക്കും ഒരു അറുതി വരുവാൻ ഇടയായിത്തീരും. നാളുകളിൽ ദൈവം ഹാലിക സ്തോത്രം ദേശത്തിന്മേൽ രാജ്യങ്ങളുടെ മേൽ ഒരു സമാധാനം അയക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അനേക ഭീതിയിലും പ്രയാസത്തിൽ കൂടിയൊക്കെയാണ് ഹാലിക സ്തോത്രം ഹാലിക സ്തോത്രം ജനങ്ങൾ കടന്നു പോകുന്നത്. നമ്മുടെയൊക്കെ അറിയാം, നമ്മുടെയൊക്കെ അനേകർ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ജോലി കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ഈ രാജ്യങ്ങളിലൊക്കെ അവർ താമസിച്ചുകൊണ്ടും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരും ഒക്കെ പ്രയാസത്തിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ദൈവം എല്ലാത്തിനും ഒരു അറുതി വരുത്തേണ്ടതിനായിട്ട് ഈ കാലഘട്ടങ്ങളിലൊക്കെ കർത്താവിന്റെ വരവിന്റെ ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു അന്ത്യനാളുകളാണെന്ന് നമുക്ക് പലപ്പോഴും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കുവാൻ വേണ്ടുന്നതായ ആത്മീക ബലവും ശക്തിയും ദൈവം ഏവർക്കും കൊടുക്കേണ്ടതിനായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നെന്ന് ഒക്കെ ഭാരപ്പെട്ട് ആരും മനമെടുത്തു പോകാതെ, വിശ്വാസത്തിൽ നിന്ന് ആരും ചഞ്ചലപ്പെട്ടു പോകാതെ, നമുക്കറിയത്തില്ല എന്തൊക്കെയാണ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. കോവിഡിന്റെ ആ ഒരു പ്രതിസന്ധിക്ക് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. പലയിടങ്ങളിലും കോവിഡ് ഇങ്ങനെ പിന്നെയും പിടിമുറുക്കുന്നുണ്ട്. മറ്റുള്ള വൈറസുകളൊക്കെ രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. നാളെ എന്ത് സംഭവിക്കും, എങ്ങനെയായിത്തീരുമെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ എന്നാ ദൈവം നമുക്ക് അറിയാം. ദൈവവചനത്തിൽ തന്നെ അനേകമായ ദൈവം നമ്മളോട് അറിയിച്ചിരിക്കുന്ന അനേക വാക്യങ്ങളും വാചകങ്ങളും ഉണ്ട്. ഈ സാഹചര്യങ്ങൾക്കെല്ലാം ദൈവം അറുതി വരുത്തുന്ന ഒരു സമയമുണ്ട്. ദൈവം തന്റെ ജനത്തെ എല്ലാം സൂക്ഷിക്കും, പരിപാലിക്കും. ദൈവം തന്റെ ജനത്തിന് വേണ്ടുന്നതായ ആശ്വാസവും വിടുതലും ഒക്കെ നൽകി തരുമെന്നെല്ലാം ദൈവവചനത്തിൽ കൂടെ നാം ഉറപ്പ് പ്രാപിച്ചവരാണ്. എന്നാൽ സ്തോത്രം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഒന്നിനു പുറകെ മറ്റൊന്നായി ജീവിതത്തിനെ അലയടിക്കുമ്പോൾ പലരും ചഞ്ചലപ്പെട്ടു പോകുന്നവരാണ്, പലരും വീണു പോകുന്നവരാണ്. നിലംപരിചാകുന്ന സാഹചര്യങ്ങൾ പലരുടെയും ജീവിതത്തിന്മേലുണ്ട്. സ്തോത്രം ഈ നാളുകളിലൊക്കെ എല്ലാവരും സ്വർഗം ബലപ്പെടുത്തേണ്ടതിനായിട്ട് ദേശത്തിന്മേൽ രാജ്യത്തിന്മേലൊക്കെ ദൈവിക സമാധാനം നിലനിൽക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സകല രോഗവ്യാധികളൊക്കെ ദേശത്തിൽ നിന്നെല്ലാം മാറിപ്പോകേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നാളുകളൊക്കെ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം എല്ലാ ദൈവജനത്തെയും ഒക്കെ നടത്തേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേക ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി ആരെങ്കിലും ഒരാളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. മഹാപരിശുദ്ധനും നീതിമാനും സ്നേഹാനുമായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേട്ട പ്രാർത്ഥന വിഷയങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പല രാജ്യങ്ങളിലും കർത്താവെ ഇപ്പോൾ യുദ്ധസ്ഥിതികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നിമിത്തം കർത്താവെ ഹല്ലേലൂയ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ കർത്താവെ ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതം എന്തായിത്തീരുമെന്ന് കർത്താവെ ജീവനോടുള്ളവരായിരിക്കുമ്പോൾ കർത്താവെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായ നഷ്ടപ്പെട്ടവരായ കർത്താവെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കർത്താവെ കേണപേക്ഷിക്കുന്ന രംഗങ്ങൾ അല്ലെങ്കിൽ വേദനപ്പെടുത്തുന്ന അനേക രംഗങ്ങൾ ഞങ്ങൾ കാണുമ്പോൾ കർത്താവെ എന്തായിത്തീരും, അങ്ങനെ ആയിത്തീരും, എങ്ങനെ അവസാനിക്കുന്നതൊക്കെ ഞങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അല്ലെങ്കിൽ ആ സഹോദര എല്ലാ രാജ്യങ്ങളോടും കർത്താവെ മനസ്സിനെ മാറണമേ. കൊടും ചൂടേറിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ യുദ്ധങ്ങളുടെ കർത്താവെ കഠിനമേറിയ കർത്താവെ വിഷമങ്ങൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മതത്തിനാണ് നീതിയോടെ പ്രവർത്തിക്കുമാറണമേ, സമാധാനത്താൽ നിറയ്ക്കുമാറണമേ, യുദ്ധം നിർത്തുവാൻ കർത്താവെ ചെയ്യുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങ് നീതിയോടെ തന്നെ ആ സഹോദരയാൽ ഇരിക്കുന്ന ദൈവമാണല്ലോ.
അവരുടെ കർത്താവ് രാജാക്കന്മാരോട് കർത്താവെ ഭരണാധികാരം കർത്താവെ ഹല്ലേലൂയ യുദ്ധം നിർത്തുവാനുള്ള ഒരു മനസ്സ് കർത്താവെ അവരുടെ ഹൃദയങ്ങളോട് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. നിരവധി കഷ്ടങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും ദേശം മുഴുവനും കർത്താവ് രാജ്യം മുഴുവൻ പടർന്നു പിടിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ കർത്താവ് ദേശത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമാറണമേ. ഞങ്ങളിതൊക്കെ കേൾക്കുമ്പോൾ കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നെന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ഒരുക്കമുള്ളവരാതിരുവാൻ ഹല്ലേലൂയ 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 സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ ഇടപെട്ടുകൊണ്ടിരിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമ്പോൾ കർത്താവെ ഞങ്ങളുടെ മക്കൾ കർത്താവ് ഞങ്ങളുടെ സന്നിലേക്ക് നിലവിളിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ അവസ്ഥയൊക്കെ ഒരു മാറ്റം തരുമാറണമേ. യുദ്ധങ്ങൾ നൃത്തം ചെയ്യുവാൻ കൃപ കൊടുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളിൽ നിന്നെല്ലാം കർത്താവെ വിടുതലയക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും മേലും ദൈവത്തിന്റെ മറുപടി അയച്ചു കൃതിക്ക് സ്തോത്രം. സമാധാനം അയച്ചു കൃതിക്ക് സ്തോത്രം. കാത്തരേറ്റിക്ക് സ്തോത്രം. അപ്പച്ചന്റെ പൊന്നേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ സമയങ്ങൾ ഏകദേശം തീരുവാനുള്ള സമയങ്ങളായി. വീണ്ടും നമുക്ക് ഇന്ന് തുടർന്ന് മെസ്സേജ് പറയേണ്ട സമയങ്ങളാണ്. ബിനീഷാനാണ് മെസ്സേജ് പറയുന്നത്. ദേവദാസനെ ദൈവം ശക്തമായി ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഖത്തർ രാജ്യത്തെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈ നാളുകളൊക്കെ അനേകരുടെ ജോലിക്ക് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യമാണ്. പ്രൊജക്ടുകളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. പ്രൊജക്ടുകളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിലും അതിന്റെ ഫണ്ടുകളൊന്നും റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അനേകർ ജോലി എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിലൊക്കെ അനേകർ നിൽക്കുന്നു. അനേകരുടെ ജോലി നഷ്ടപ്പെട്ടു. ഖത്തർ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അനേക പ്രശ്നങ്ങൾ കൂടിയൊക്കെ നാളുകളിൽ കടന്നു പോകുന്നു. ചൂട് അത്യധികമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ അതിഭയങ്കരമായൊരു ചൂടായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ നാളുകളിലൊക്കെ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടായി. ഈ നാളുകളിലൊക്കെ ദൈവം സ്തോത്രം തന്റെ ജനത്തെ ആവശ്യമായ ദൈവിക വിടുതലുകൾ ദൈവം തന്റെ ജനത്തിനെല്ലാം ഈ രാജ്യങ്ങളൊക്കെ കടന്നു വന്ന് നമ്മൾ ഉപജീവന മാർഗമായി ഈ രാജ്യത്തൊക്കെ നിലനിൽക്കുന്നു. ദൈവം തക്ക സമയത്ത് ആവശ്യമായ വിടുതലുകൾ ഓരോ മേഖലകളിലും ദൈവം ചെയ്യേണ്ടതിനായിട്ട് യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവത്തിന് എല്ലാ വിഷയത്തിന്മേലും അറുതി വരുത്തുവാനും എല്ലാം കഴിയുന്ന ഒരു കർത്താവാണ്. നമ്മുടെ വിഷയങ്ങൾ നമ്മൾക്ക് വലിയ വിഷയങ്ങളായി നമുക്ക് ചിന്തിക്കുമെങ്കിലും ആ വിഷയങ്ങളൊക്കെ ദൈവകാര്യത്തിലേക്ക് കൊടുക്കുമ്പോൾ ദൈവം ആ വിഷയത്തിന്മേലൊക്കെ എല്ലാം മറുപടി വേഗത്തിൽ നൽകി തരുവാനിടയായി തീരും. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഹാലിക സ്തോത്രം ഞാൻ തന്നെ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗസ്ഥനായ ദൈവമേ, മനസ്സലിവുള്ള നല്ല കർത്താവേ, ദൈവകാര്യത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ്, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ സ്വർഗം ഞങ്ങളെ ഇങ്ങനെ ഇടയാക്കി തീർത്ത വൻകൃപകൾക്കായി സ്തോത്രം അർപ്പിക്കുന്ന കർത്താവേ. ആലിക സ്തോത്രം നിത്യതായ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രത്തോളം ദൈവം കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയ വൻകൃപകൾക്കായി നിങ്ങൾ നന്ദി അർപ്പിക്കുന്ന കർത്താവ്. ദൈവസ്നേഹത്തിനും കരുതലുമായി സ്തോത്രം അർപ്പിക്കുന്നു. ഈ രാജ്യത്തെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. വിവിധ ഹാലിക സ്തോത്രം വിവിധ ഗൾഫ് രാജ്യങ്ങൾക്കായി സ്തോത്രം അർപ്പിക്കുന്നു. കടന്നു പോകുന്ന സാമ്പത്തികമായ ഹാലിക സ്തോത്രം പ്രശ്നങ്ങൾക്കായി, പ്രതിസന്ധികൾക്കായി സ്തോത്രം അർപ്പിക്കുന്ന കർത്താവ്. ഹാലിക സ്തോത്രം ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഹാലിക സ്തോത്രം ജോലി നഷ്ടപ്പെടുമോ എന്ന് ഹാലിക സ്തോത്രം ഭാരപ്പെടുന്ന അനേകരുണ്ട്. ദൈവമേ, ഹാലിക സ്തോത്രം തക്ക സമയത്ത് ദൈവത്തിന്റെ വിടുതലുകൾ ഓരോ മേഖലകളും സ്വർഗം ചെയ്യുമാറണമേ. ഹോവയാൽ കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ കർത്താവേ. ദൈവത്തിന് നീതി എല്ലാ വിഷയങ്ങളും മേലങ്ങ് ചെയ്ത് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അർപ്പിക്കുന്ന കർത്താവേ. വിവിധ രാജ്യങ്ങളിലൊക്കെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നടക്കുമ്പോൾ ദൈവം തന്നെ ജനത്തെ സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അർപ്പിക്കുന്ന കർത്താവേ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന കർത്താവാണ്. അല്ലെങ്കിൽ തിരുനിവാസത്തിന് മറവിൽ മറയ്ക്കുന്ന കർത്താവാണ്. അല്ലെങ്കിൽ സ്തോത്ര കോഴി തന്റെ കുഞ്ഞിനെ ചെറുകടയിൽ മറയ്ക്കുന്ന പോലെ അത്യുന്നതന്റെ മറവിൽ വസിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവിക കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം അർപ്പിക്കുന്ന കർത്താവേ. കൃപ എല്ലാവരുടെ മേലും സ്വർഗം ചൊരിഞ്ഞു മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷയെ സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ. ദൈവദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീക ഭോജനം ദൈവം നൽകി മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അർപ്പിക്കുന്ന കർത്താവേ. ആദ്യയോടന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. വഴി നടത്തിയ വൻകൃപകൾക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ നിർവഹിക്കുവാൻ പ്രാർത്ഥനാധുനി കെയർ ടീമിനെ സ്വർഗം ബലപ്പെടുത്തിയ വൻകൃപകൾക്കായി സ്തോത്രം അർപ്പിക്കുന്ന കർത്താവേ. ഗാന ശുശ്രൂഷകൾ നേതൃത്വം കൊടുത്ത എല്ലാവരും സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേക ബിനോയുടെ ഹാലി ഭവനത്തിൽ വെച്ചാണല്ലോ ഈ ശുശ്രൂഷകളൊക്കെ
ഗാന ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത് ഹാലിക ഭവനം ഞങ്ങൾ ഹാലിക ഈ വിഷയത്തിന് വേണ്ടിയൊക്കെ തുറന്നു തരുവാനിടയായി തീർന്നു. ദൈവദാസനെ ദൈവം ഹാലിക സ്തോത്രം അനുഗ്രഹിക്കേണ്ടതിനാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വലിയ ദൈവിക വിടുതലുകൾ ഓരോ മേഖലകളും സ്വർഗം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം അർപ്പിക്കുന്ന കർത്താവേ. കൃപ ചൊരിയണം, സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചു. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ, അത് ലീഡ് ചെയ്യുവാൻ പ്രിയ സഹോദരനെ ഫിലെ ദൈവം ബലപ്പെടുത്തി. ഇതുവരെ നമ്മൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏതൊരു ശുശ്രൂഷയായാലും ദൈവവചനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ദൈവവചനമാണ് നമ്മെ ബലപ്പെടുത്തി ശക്തീകരിച്ച് നമ്മെ കറക്റ്റ് ചെയ്ത് ക്രിസ്തു എന്ന തലയോളം വളർത്തിയെടുക്കുന്നത്. ഇന്ന് രാത്രിയിൽ അത് ശക്തിയായി, ബലമായി, അത് നമുക്ക് നിയോഗമായി നമ്മളെ കറക്റ്റ് ചെയ്യുന്നതായി, ഇരുവാഴ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. കഴിവതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കാവുന്നവർക്ക് ഈ വീഡിയോ ഓൺ ചെയ്ത് തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയിൽ പങ്കാളികളായി തീരാം. അത് പ്രസംഗിക്കുന്ന സഹോദരനും ഒരു ഉത്തേജനമായിരിക്കുമല്ലോ. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്ന ബ്രദർ ബിനീഷാണ്. ഖത്തർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ അംഗമാണ്. ആ പ്രിയ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയത്തിൻ്റെ ലഭ്യത നമുക്ക് എത്രയാണെന്ന് അറിയാം. 9 മണിക്ക് നമുക്ക് പ്രാർത്ഥിച്ച് നിർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരൻ തുടർന്നുള്ള സമയം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. വളരെ സ്നേഹത്തോടെ പ്രിയ സഹോദരനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. കേൾക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നമ്മെ ഇന്ന് രാത്രിയിൽ ഈ ഓൺലൈനിലൂടെ കൂട്ടിവരുത്തി കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠ ദേവദാസന്മാർ, അതുപോലെ തന്നെ ഖത്തർ പ്രാർത്ഥന ധ്വനി ഖത്തർ ചാപ്റ്ററിന്റെ കോർഡിനേറ്റേഴ്സ് ആയിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആ വിഷയത്തിന്റെ മേലെല്ലാം ദൈവത്തിന്റെ വലിയ വിടുതലുകൾ ഈ ദിനങ്ങളിൽ കാണേണ്ടതിനായിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രാർത്ഥനാ ധ്വനി സ്തോത്രം ഈ മീറ്റിംഗിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ ലഭിച്ച ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കാനുള്ളത് വളരെ ശ്രദ്ധയോടെ നമുക്ക് കേട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കൂടുതൽ അടുത്ത് വരാം. പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 3, 4, 5 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, മാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തിനായി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാൻ രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ ലേഖനം എഴുതിയത് ആരാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പത്രോസിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തിരുവചനത്തിലുടനീളം യേശുവിന്റെ ശുശ്രൂഷകളിലെല്ലാം അപ്പോസ്തലനായ പത്രോസ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പത്രോസിന്റെ ജീവിതം, പത്രോസിന്റെ ഭീരുത്വം, പത്രോസിന്റെ പ്രവൃത്തികൾ, പത്രോസിന്റെ എടുത്തിയാട്ടം ഇതെല്ലാം വളരെ പ്രസിദ്ധമാണ്. എനിക്ക് തോന്നുന്നു യേശു ഇത്രത്തോളം എൻകൗണ്ടർ ചെയ്ത ഒരു ശിഷ്യൻ, യേശു ഇടപെട്ട, യേശുവിനോട് കൂടുതൽ സംസാരിച്ച, യേശുവിനോട് ചോദ്യങ്ങൾ ചോദിച്ച പത്രോസ് നമ്മളെപ്പോലെ പല പല ഭാഗങ്ങളിലും നമുക്ക് പത്രോസിനെ നമ്മളെപ്പോലെയൊക്കെ തോന്നും. നമ്മളും ഇങ്ങനെ തന്നെയാണ്. പലപ്പോഴും യേശുവിനോട് പല ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. ചില ചോദ്യങ്ങൾക്ക് യേശു പറയുന്ന മറുപടി നമുക്ക് വ്യക്തമാകത്തില്ല. പക്ഷെ വീണ്ടും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം പത്രോസ് എത്രയോ ചോദ്യങ്ങൾ ചോദിച്ചു യേശുവിനോട്. ജീവനുള്ള പുത്രൻ, ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാണെന്ന് നീ എന്ന് പറഞ്ഞ പത്രോസ്, സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ച പത്രോസ്, ഞാൻ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകത്തില്ല, ആരെല്ലാം ഇടറിപ്പോയാലും ഞാൻ ഇടറിപ്പോകത്തില്ലെന്ന് പറഞ്ഞ പത്രോസ്, ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ തള്ളി പറയത്തില്ലെന്ന പത്രോസ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ പത്രോസ് വളരെയധികം യേശുവിനെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ.
യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യാമെന്ന മഹാപുരോഹിതന്റെ ഒരു പടയാളിയുടെ കാത് അറുത്ത് അത് തെളിയിച്ച പത്രോസ്. ഹല്ലേലൂയ. പക്ഷെ ഒരു സ്ഥലത്ത് യേശുവിനെ തള്ളി പറയേണ്ടി വന്നു പത്രോസിന്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഹല്ലേലൂയ ഒറ്റപ്പെടലുകളിൽ യേശുവിനെ സാക്ഷീകരിക്കാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമുക്ക് വലിയ പ്രയാസമില്ല. പക്ഷെ ഏതെല്ലാം മേഖലകളിൽ കർത്താവിനെ സാക്ഷീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ യേശുവിനെ തള്ളിപ്പറയും. ഹല്ലേലൂയ. അവിടെ യേശുവിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് പരാജയപ്പെട്ടു, പത്രോസ് തകർന്നു, പത്രോസ് ഇല്ലാതെയായി പോകുന്നൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായിരിക്കുന്ന കർത്താവ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൽ നുറുങ്ങലുകൾ വന്നിട്ടുണ്ടെങ്കിൽ, തകർന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെ പണിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസിനെ പണിതെടുക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പത്രോസിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം യേശു കർത്താവ് പത്രോസിനോടും ശിഷ്യന്മാരോടും വാഗ്ദത്തം ചെയ്ത ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവാൻ മാളിക മുറിയിലേക്ക് കയറിപ്പോകുന്ന പത്രോസ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങള്, ദുഃഖങ്ങള്, യേശുവിനെ നമ്മൾ തള്ളിപ്പറഞ്ഞെന്നും യേശുവിൽ നിന്ന് അകന്നു തോന്നിയെന്നും ഒക്കെ നമ്മുടെ ഉള്ളിൽ തോന്നിയെങ്കിൽ കുറ്റബോധം കൊണ്ട് പിശാചിടുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ പ്രാർത്ഥന മുറിയിലേക്ക് കയറുന്ന ഒരു ഭക്തന് ലഭിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് പത്രോസിനെ പറ്റി അറിയാം. അസാധാരണമായ ധൈര്യത്തിൽ ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ട പത്രോസ് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. പത്രോസിന്റെ ഭീരുത്വം മാറി, പത്രോസ് പ്രസംഗിക്കുവാൻ തുടങ്ങി. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ അനേകരുടെ ഹൃദയത്തിന് മാനസാന്തരം ഉണ്ടായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ വിഷയം എന്ന് പറയുന്നത് ഈ പത്രോസ് പറയുകയാണ്. ഹല്ലേലൂയ. ഈ പത്രോസ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ കർത്താവ് ഈ ഭാഗത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പത്രോസ് എഴുതിയിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ലേഖനം ആർക്കാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു, പിതാവാം ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാർക്ക് എഴുതുന്നത്. 1:2. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. ദൈവം നമ്മളെ മുന്നറിഞ്ഞെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? പത്രോസിന് ഇത് എഴുതുവാൻ ഒരു ആധികാരികതയുണ്ട്. ഒരു സാധാ മനുഷ്യനായി മീൻ പിടിച്ചുകൊണ്ട് നടന്ന പത്രോസിനെ യേശു കർത്താവ് മുന്നമേ അറിഞ്ഞു കണ്ടുപിടിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെപ്പറ്റിയും നിങ്ങൾക്ക് എന്നെ പറ്റിയും ഒരു പരിധിയിൽ കൂടുതൽ അറിയത്തില്ല. എന്നാൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വളരെ വ്യക്തമായി അറിയുന്ന ഒരു യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ അറിയുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ വിഷമത്തെ അറിയുന്ന, നമ്മുടെ ദുഃഖങ്ങളെ അറിയുന്ന, നമ്മുടെ പ്രയാസത്തെ അറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ വേദനകളും വളരെ വ്യക്തമായി അറിയുന്ന ഒരു യേശുവിനെ നമ്മൾ ആരാധിക്കുന്നത്. രാത്രി അത് മറന്നുപോകരുത്. അപ്പോൾ പത്രോസിനെ യേശു മുന്നമേ അറിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പടക് നിറയ്ക്കുവാനല്ല പത്രോസിന്റെ അടുത്ത് യേശു വന്നത്. ഹല്ലേലൂയ. എന്നാൽ ആ പടക് നിറച്ച് യേശു പത്രോസിന് കൊടുത്തു. പത്രോസിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി കരുതിയിരുന്നത് ഒരു ചാകരയായിരുന്നു. ആ പടക് നിറച്ച് മീൻ കിട്ടുക. എന്നാൽ ആ ചാകര കൊടുത്ത്, ആ മീൻ നിറച്ചു കൊടുത്തിട്ട് യേശു പറയുന്നു, ഇത് വിട്ടിട്ട് നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്തെല്ലാമൊക്കെയോ പിടിച്ചു വെച്ചിരിക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അതെല്ലാം വിട്ടിട്ട് നമ്മുടെ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി കർത്താവ് പുതിയ ചില പദ്ധതികളെ ഏൽപ്പിക്കും. പത്രോസെ, നിന്റെ പടക് നിറയ്ക്കാനല്ല കർത്താവ് നിന്നെ വിളിച്ച്, എന്റെ സ്വർഗരാജ്യത്തിന്റെ പടക് നിറയ്ക്കുവാനാണ്, എന്റെ ദൈവരാജ്യത്തെ നിറയ്ക്കുവാനാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ പത്രോസിനെ മുന്നറിഞ്ഞ കർത്താവ് നമ്മളെ മുന്നറിഞ്ഞിട്ടുണ്ട്. കർത്താവ് തെരഞ്ഞെടുത്ത ഒന്നും മോശമാകത്തില്ല. ഹല്ലേലൂയ. മോശമായിരുന്നു നമ്മളെ, ഹല്ലേലൂയ, പാപികളായിരുന്നു നമ്മളെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ആ ദൈവം നമ്മളെ ശ്രേഷ്ഠരായി ഇന്ന് രാത്രികാലം മാറ്റുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നമ്മളെ അതിനായി സഹായിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതാണെന്ന്? ഹല്ലേലൂയ. നമ്മുടെ യോഗ്യതകൾ നോക്കിയിട്ടല്ല, നമ്മുടെ ഒന്നും നോക്കിയിട്ടല്ല, കർത്താവിന്റെ കരുണയാൽ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിനെ ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധീകരണം നമ്മളെ നടത്തി. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ നമുക്ക് പാപത്തിന്റെ മോചനം തന്ന് നമ്മളെ ശുദ്ധി ചെയ്തു. അവിടെ ഒരു വാക്യം വായിക്കുന്നു, വൃതന്മാരായവർക്ക് എഴുതുന്നത്. എന്താണ് വൃതന്മാരെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഹല്ലേലൂയ. ഹിന്ദു സഹോദരന്മാരും നമ്മൾ ചോദിച്ചാൽ അവർ പറയും,
ഞങ്ങൾ ചില നാളുകൾ വ്രതമാണ്, 1 മാസം 45 ദിവസമൊക്കെ വ്രതം എടുത്തതിന് ശേഷം അവർ ആരാധിക്കുന്ന ദൈവത്തെ കാണാൻ പോകുന്ന ഒരു ചടങ്ങ് നമുക്കറിയാലോ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ കർത്താവിന് ജീവിതത്തിന്റെ എല്ലാ സെക്കൻഡുകളും വ്രതന്മാരാണ്. വ്രതമുള്ളവനാണ് വ്രതന്മാർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആഹാരം വെടിഞ്ഞ് മാംസാദികൾ വെടിഞ്ഞെടുക്കുന്ന ഒരു വ്രതം ആണ് അവർ കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തോടുള്ള സകലതിനെ വേർപെട്ടുകൊണ്ട് വിശുദ്ധിയിലും ആത്മാവിന്റെ ശുദ്ധീകരണത്തിലും ഓരോ സെക്കൻഡിലും കർത്താവിനെ അനുഗമിക്കുന്നതാണ് വ്രതന്മാരെന്ന് പറയുന്നത്. നമുക്കൊരു വേർപാടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവരുടെയും പുറകെ പോകാൻ പറ്റത്തില്ല, എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾക്കൊരു വേർപാടുണ്ട്, നമ്മൾക്കൊരു വിശുദ്ധിയുണ്ട്. കാരണം നമ്മളെ തെരഞ്ഞെടുത്തത് വിശുദ്ധനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു നമ്മൾ വിശുദ്ധരായി നിലകൊണ്ട ഒരു ആവശ്യം ഈ കാലഘട്ടത്തിലുണ്ട്? ഹല്ലേലൂയ. ഇതൊക്കെയും പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയ ജീവിതത്തിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ലോകത്ത് ഒമ്പാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷയമാണ് രാത്രി പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 3-ാം വാക്യത്തിന്റെ അവസാന വാക്യത്തിൽ നമ്മളൊരു വാക്യം വായിച്ചു, ജീവനുള്ള പ്രത്യാശയ്ക്കായി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എല്ലാവരും, ഞാൻ അടക്കമുള്ള എല്ലാവർക്കും വേണ്ടത് ഒരു പ്രത്യാശയാണ്. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. എന്താണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും പൂർണ്ണമായി സംഭവിക്കുമെന്ന് 100% വിശ്വസിക്കുന്ന ഒരു പ്രത്യാശ. അതാണ് ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടത്. നമ്മുടെ കർത്താവ് നമ്മളോട് കള്ളം പറയത്തില്ല. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ തരും, നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് ദൈവത്തിന്റെ പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചു. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇനി നമ്മുടെ ഏറ്റവും പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒന്നാണ് കർത്താവിന്റെ മടങ്ങി വരവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതും സംഭവിക്കും. 100% ദൈവം പറഞ്ഞിരിക്കുന്നത് സംഭവിക്കുമെന്ന് വളരെ പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ പ്രത്യാശയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് പെട്ടെന്ന് ഓടിച്ച് ചില വാക്യങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ പ്രത്യാശയുടെ പേരാണ് ജീവനുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ. ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ജീവനുള്ള പ്രത്യാശ. എന്താ ജീവനുള്ള പ്രത്യാശ എന്ന് പറയുന്നത്? ഹല്ലേലൂയ. ഒരു വാക്യം പെട്ടെന്ന് നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 5-6 വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഭയപ്പെട്ട് മുഖം കുനിഞ്ഞു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട്. ഹല്ലേലൂയ. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അപ്പൊ നമ്മുടെ കർത്താവ് കാൽവരിയിൽ മരിച്ചു, അടക്കപ്പെട്ടു. ആ കല്ലറ കൊണ്ട് യേശു കർത്താവ് അവസാനിച്ചിരുന്നെങ്കിൽ നമ്മുടെ പ്രത്യാശ ഇവിടെ ഒന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് അവിടെ ഇല്ല, അവൻ ജീവനോടെ ഇന്നും ഈ സെക്കൻഡിലും നമ്മൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ജോലിക്ക് പോകുമ്പോഴൊക്കെയും യേശു നമുക്ക് വേണ്ടി ഓരോ സെക്കൻഡിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി അതാണ് നമ്മുടെ പ്രത്യാശ. ജീവനുള്ള പ്രത്യാശ, മരിച്ച പ്രത്യാശയല്ല, ജീവനുള്ള പ്രത്യാശ. ഹല്ലേലൂയ. അനേകർ നമ്മൾ കണ്ടിട്ടില്ല, അനേകർ മെഴുകുതിരിയിൽ കത്തിച്ച് കല്ലറയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ പ്രത്യാശ മരിച്ചതാണ്. ഹല്ലേലൂയ. അവർക്ക് ജീവനുള്ള പ്രത്യാശയില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്ന പ്രത്യാശയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ ജീവനുള്ള പ്രത്യാശയിലേക്ക് അനേകരെ അടുപ്പിക്കുവാനാണ് നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ ആരാധനകള്, നമ്മുടെ ഓരോ ആത്മീയ കൂട്ടായ്മകളും. ഇന്ന് രാത്രികാലം വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മ നമ്മളോട് സംസാരിക്കട്ടെ. ജീവനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് എന്നെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ, വളരെ ധൈര്യത്തോടെ നമുക്ക് പറയാം. രണ്ടാമത്തെ ഈ പ്രത്യാശയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പുനരുത്ഥാനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു പ്രത്യാശയാണിത്. പുനരുത്ഥാനത്തിൽ അടിസ്ഥാനപ്പെട്ട പ്രത്യേകത. യേശു കർത്താവ് മരിച്ചതിന് ശേഷം, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് അനേകർക്ക്, ഒത്തിരി ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടതായി വചനം പറയുന്നു. തള്ളിപ്പറഞ്ഞ പത്രോസ് വരെ അപ്പോസ്തല പ്രവൃത്തികളിൽ പ്രഥമ പ്രസംഗത്തിൽ പറയുന്നു,
ഹല്ലേലൂയ യേശു കർത്താവ് പ്രത്യക്ഷനായി എന്ന്, അതിന് ഞങ്ങൾ സാക്ഷിയാണെന്ന് ഹല്ലേലൂയ പത്രോസ് പറയുകയാണ്. ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പുനരുത്ഥാനത്തിന്റെ ശക്തിയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഇടവിൽ നിൽക്കുന്ന, നമുക്ക് വേണ്ടി ഹല്ലേലൂയ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് രാത്രികാലം നമ്മൾ ഉറപ്പിച്ചേ മതിയാവും. പെട്ടെന്ന് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകട്ടെ. പ്രത്യാശയിലേക്ക്, നിത്യമായ ഒരു അവകാശവുമായി ബന്ധപ്പെട്ട പ്രത്യാശയാണ് നമ്മുടെ പ്രത്യാശ. എന്താണ് നിത്യമായ അവകാശം? ഹല്ലേലൂയ മത്തായി സുവിശേഷത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, നമ്മുടെ ഹൃദയം, നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കും. ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുന്നതിനെ പറ്റിയല്ല ഇത് പറയുന്നത്, നിത്യമായ അവകാശം. ഹല്ലേലൂയ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മൾക്ക് ആത്മീയ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തത്? നമ്മൾ ഈ ഭൂമിയിലെ അവകാശങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ, ഈ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് നിത്യമായ ഒരു അവകാശത്തിനാണ്. ഹല്ലേലൂയ കാണുന്നത് താൽക്കാലികമായ അവകാശമാകുമ്പോൾ, കാണാത്തത് നിത്യമായ ഒരു അവകാശമാണ്. എന്താണ് നിത്യമായ അവകാശം? വെളിപ്പാട് പുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ കർത്താവ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. വെളിപ്പാടിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ ജയിക്കുന്നവന് ഞാൻ കൊടുക്കുന്ന അവകാശങ്ങൾ, ഹല്ലേലൂയ ജയിക്കുന്നവന് ഞാൻ കൊടുക്കുന്ന അവകാശങ്ങൾ, ഞാൻ ജയിക്കുന്നവന് പുതിയ ഭൂമിയെ അവകാശമായി കൊടുക്കും, ഞാൻ ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഹല്ലേലൂയ വൃക്ഷത്തിലുള്ള അതിന്റെ ഫലത്തിന്റെ അവകാശം കൊടുക്കും, ഞാൻ ജയിക്കുന്നവന് ജീവന്റെ നീരുറവ കൊടുക്കും, ഞാൻ യെരൂശലേം എന്ന നഗരത്തിൽ കൂടെ നമുക്ക് നടക്കാൻ കഴിയും, കുഞ്ഞാടിന്റെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാൻ കഴിയും, ദൈവ തേജസ്സിന്റെ പ്രകാശത്തിൽ നമുക്ക് നടക്കാൻ കഴിയും. ഹല്ലേലൂയ ജീവപുസ്തകത്തിൽ നമുക്ക് പേര് കിട്ടും. യേശുക്രിസ്തു ഇരുന്ന സിംഹാസനത്തിൽ അവനോട് ചേർന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങളെ ഇരിക്കാൻ പറ്റും. നമുക്ക് പുതിയൊരു പേര് ലഭിക്കും. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ജയിക്കുന്നവന് വെള്ള ഉടുപ്പ് ലഭിക്കും. ഹല്ലേലൂയ ഒത്തിരി അവകാശങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഈ അവകാശത്തെ പറ്റിയുള്ള അറിവുകേടാണ്, അജ്ഞതയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യാശയില്ലാതെ നമുക്ക് പോകുന്നത്. നിത്യമായ ഒരു അവകാശം നമുക്കുണ്ട്. ഈ ഭൂമിയിൽ സകലതും നമ്മൾ നേടിയാലും ഈ നേടുന്നതിനെ പറ്റി, ഈ നിത്യമായ കാര്യത്തിന് വേണ്ടി നമുക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം വൃഥാവായി പോകും. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഏത് അവകാശത്തിന് വേണ്ടിയാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതെന്നും എന്നെ വിളിച്ചു വേർതിരിച്ചതെന്നും എന്നെ അങ്ങയുടെ മുന്നറിവിനാൽ തിരഞ്ഞെടുത്തു ഞാൻ അറിയുന്നു. ആ അവകാശത്തിലേക്ക് എന്റെ യാത്രയെ കർത്താവ് ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പ്രത്യാശയുടെ മറ്റൊരു പ്രത്യേകത ഭൂമിയിലെ കഠിനമായ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യാശയാണ്. ഹല്ലേലൂയ. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സുഖകരമായ ഒരു അവസ്ഥയായിരിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പറയുന്ന പത്രോസിന്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പൗലോസിനെ പോലുള്ള അപ്പോസ്തലന്മാരൊക്കെ ഒരുപാട് കഷ്ടതകളിലൂടെയാണ് അനുഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ഒരു വാക്ക് എഴുതി വെച്ചു, നൊടി നേരത്തേക്കുള്ള കഷ്ടമാണ്, പക്ഷെ നിത്യമായ തേജസ്സിന്റെ ഘനത്തിലേക്ക് എന്നെ നടത്തുമെന്ന്. ഹല്ലേലൂയ. 2 വാക്യങ്ങൾ ശ്രദ്ധിച്ചാവും. നൊടി നേരത്തേക്കുള്ള കഷ്ടവും നിത്യമായ ഘനമുള്ള തേജസ്സും. നൊടിനേരവും നിത്യവും. ഹല്ലേലൂയ. നമ്മളിവിടെ പറയുന്നത് നമ്മുടെ കഷ്ടങ്ങൾ നമുക്ക് അനവധിയാണെന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. നമുക്ക് ഭയങ്കര പ്രയാസമാണ്, നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് പ്രതിസന്ധിയാണ്. എന്നാൽ വചനം പറയുന്നു ഇതെല്ലാം നൊടി നേരത്തേക്കേ ഉള്ളൂ. എന്നാൽ നിത്യമായ ഒന്നുണ്ട്. ഈ ഭൂമിയുടെ ഈ ലോകത്തിന്റെ ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു ഇറ്റേണൽ ലൈഫിലേക്ക്, നിത്യതയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഘനമുള്ള തേജസ്സാണ്. വലിയ തേജസ്, ചെറുതല്ല, വലിയ തേജസ്. നമ്മുടെ പ്രതീക്ഷകൾ ഇതിന്റെ അപ്പുറത്തേക്കായിരിക്കണം. നമ്മുടെ ഹോപ്പ് ഇതിന്റെ അപ്പുറത്തേക്കായിരിക്കണം. ഹല്ലേലൂയ. ഭൂമിയിലെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാനുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാനൊന്ന് തൊട്ടു പറയാം. ഹല്ലേലൂയ. പാപം നമ്മുടെ പ്രത്യാശ ഇല്ലാതാക്കും, സംശയം നമ്മുടെ പ്രത്യാശകൾ ഇല്ലാതാക്കും, ദുരുപദേശം നമ്മുടെ പ്രത്യാശ ഇല്ലാതാക്കും, കഠിനമായ രോഗങ്ങൾ, അസ്വസ്ഥതകൾ, ഞെരുക്കലുകൾ, ഇതൊക്കെ നമ്മുടെ പ്രത്യാശ ഇല്ലാതാക്കും. ഇവിടെ എല്ലാം ഒരു ദൈവ പൈതൽ നിലനിൽക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൽ പൂർണ്ണമായ ഒരു ആശ്രയം വേണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് എന്ത് കഠിന പരീക്ഷകൾ ഉണ്ടായാലും നമ്മൾ പോകുന്ന ഒരു നാടുണ്ട്, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, ഹല്ലേലൂയ പ്രയാസങ്ങളില്ലാത്ത, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത, ഹല്ലേലൂയ മനോഹരമായ ഒരു നാട്ടിലേക്കാണ് നമ്മുടെ യാത്ര എന്നുള്ള കാര്യം മറക്കരുത്. ഹല്ലേലൂയ ഇവിടം കൊണ്ട് അവസാനിക്കുന്നു എന്നല്ല. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനേകർ നമ്മളെ നോക്കി പുച്ഛിക്കുന്നുണ്ട്, അനേകർ നമ്മളെ നോക്കി കളിയാക്കുന്നുണ്ട്. എന്തിനാ ഇത്രയും കൈയടിക്കുന്നേ, എന്തിനാ ഇത്ര ഒച്ചപ്പാടുണ്ടാക്കി ആരാധിക്കുന്നേ? ഹല്ലേലൂയ സ്തോത്രം. കാരണം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പ്രത്യാശ എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയത്തില്ല. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന്, അതിന്റെ അളവറ്റ വലുപ്പം എന്നതാണെന്നും അത് എത്രയിടം വരെ നമ്മളെ കൊണ്ടെത്തിക്കുമെന്നും ആർക്കും അറിയത്തില്ല.
ഹല്ലേലൂയ. അനേക കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ യേശു കർത്താവിന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. അവൻ അവിടെ ഇല്ല. അവൻ ഈ സെക്കൻഡിൽ നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനേകർ വിശുദ്ധന്മാരെന്ന് മുദ്രകുത്തി ഈ ലോകം വിശുദ്ധന്മാരെന്ന് എഴുതി വെച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം എത്രത്തോളം വിശുദ്ധനാണെന്ന് തിരുവചനം പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവസാനമായി ഞാൻ പറയട്ടെ, നമ്മളെ തന്നെ സൂക്ഷിക്കുന്ന ഒരു പ്രത്യാശ. ഹല്ലേലൂയ. സൂക്ഷിക്കാത്തവന് പ്രത്യാശയില്ല. എന്തുകൊണ്ടാണ് അനേകർ ഹല്ലേലൂയ ആത്മഹത്യയിലേക്ക് പോകുന്ന ഈ കാലഘട്ടങ്ങളിൽ? ഒത്തിരി പേര് മദ്യപാനത്തിലേക്ക് പോകുന്നു. ഒത്തിരി ആളുകൾ ഡ്രഗ് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം ഒരു പ്രതീക്ഷയില്ല, അവർക്കൊരു പ്രത്യാശയില്ല. അവരുടെ എല്ലാ എൻഡ് മരണത്തിലാണ്. അനേകർ സൂയിസൈഡ് ചെയ്യുന്നു, അനേകർ ആത്മഹത്യ ചെയ്യുന്നു. അവരുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യാശയല്ല. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ എങ്ങനെയാണ് ഈ പ്രത്യാശ നമുക്കുണ്ടാകുന്നത്? തന്നെത്താൻ സൂക്ഷിക്കുന്നത്, തന്നെത്താൻ സൂക്ഷിക്കുന്ന പ്രത്യാശ. ഹല്ലേലൂയ. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തിയാലാണ് നമ്മളെ കാക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാക്കുക? എങ്ങനെയാണ് ആ ഒരു ദൈവശക്തി നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? ദൈവിക ബന്ധമാണ് സ്വയം സൂക്ഷിപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സൈന്യത്താലും ശക്തിയാലുമല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവികമായ ബന്ധം എപ്പോഴും കീപ്പ് ചെയ്യുക? യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ, മനുഷ്യനായി ജീവിച്ചപ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും യേശു പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. അതിരാവിലെ ഇരുട്ടുള്ള സമയം നിർജ്ജന പ്രദേശത്ത്, കല്ലറയ്ക്ക് മുമ്പിൽ, ഗത്സമന തോട്ടത്തിൽ, അനേക സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾക്കൊക്കെ മുമ്പ് യേശു പ്രാർത്ഥിച്ചിരുന്നു. ദൈവികമായ ഒരു ബന്ധത്തെ കാണിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു പ്രാർത്ഥിച്ചെങ്കിൽ, യേശുവിന് പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ, നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് പ്രാർത്ഥന എത്രത്തോളം ആവശ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവ് പ്രാർത്ഥിച്ചെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കണം. ദൈവികമായ ബന്ധത്തിന് ഉലച്ചിൽ തട്ടരുത്. ഹല്ലേലൂയ. ആരാധന, ഉപവാസം, കൂട്ടായ്മ ഇത് മുടക്കരുത്. അസാധാരണമായ ദൈവിക പ്രാർത്ഥന പോരാളികളായി ഈ ദിനങ്ങൾ നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിത്യതയുടെ പ്രകാശനം ലഭിച്ചിട്ട് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ കർത്താവിനോട് ചേർന്ന് എപ്പോഴും ആ ദൈവിക ബന്ധത്തിൽ തന്നെ മുന്നോട്ട് പോകണം. പരിശുദ്ധാത്മ നമ്മളെ അതിനെ ഒരുക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ നിന്നാണ് ജീവനുള്ള പ്രത്യാശ. ആ ജീവനുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ഇന്ന് രാത്രിയിലും നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത്, നമുക്ക് വേണ്ടി ലൈവായിരിക്കുന്ന, നമുക്ക് വേണ്ടി ജീവനോടിയിരിക്കുന്ന യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ യേശുവിനെയാണ് നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുന്നത്. നിത്യമായ ഒരു അവകാശത്തിന്റെ പ്രത്യാശയാണത്. ആ നിത്യമായ അവകാശം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വിലയേറിയ ഒന്നുണ്ട്. നമ്മുടെ നിത്യജീവനുണ്ട്. നമുക്ക് ഒത്തിരി അവകാശങ്ങൾ അവിടെയുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ആ സാദൃശ്യത്തോട്, ആ സ്വരൂപത്തോട്, ദൈവത്തിന്റെ തേജസ്സിൽ, ദൈവത്തിന്റെ മഹിമയിൽ നിന്ന് കർത്താവ് താണരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന ആ താഴ്മയിൽ നിന്നും യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിന്റെ മഹിമാസ്ഥാനത്തിൽ ഇരിക്കുന്ന ആ തേജസ്സിലേക്കാണ് നമ്മളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. പാപത്തിൽ വീണുപോയി നമ്മളെ കർത്താവ് കാൽവരി യാഗത്തിലൂടെ ഈ മഹത്വമേറിയ തേജസ്സിലേക്ക് ദൈവം വീണ്ടും നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്, വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ രാത്രികാലം നമ്മളോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഗത്സമനയിൽ ഉടഞ്ഞ കർത്താവ്, ഹല്ലേലൂയ സ്തോത്രം. ഗബതയിൽ നമ്മൾക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവ്, ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ രക്തത്തിന്റെ ഓരോ തുള്ളികളിലും ഹല്ലേലൂയ കർത്താവ് നമ്മുടെ മുഖം കാണുകയായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞിന്റെ ഒരു കൈവിരലിന്റെ അറ്റത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ മുറിവുണ്ടായാൽ നമ്മൾ എത്രത്തോളം വേദനപ്പെടും, എത്രത്തോളം ഹല്ലേലൂയ നമ്മൾ ഓടിച്ചെല്ലും, എത്രത്തോളം ആകാംക്ഷയോടെ കുഞ്ഞിനെ കരുതും. അവന് വേണ്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ കരുതലും, എല്ലാ കെയറും നമുക്ക് കൊടുക്കും. അസ്ഥാനത്ത് ഇതാ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് കളയാൻ, തകർക്കുവാൻ വിട്ടുകൊടുത്ത ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ ആരുമല്ല. പ്രിയമുള്ളവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം നമ്മുടെ ഇടയിൽ ശക്തമായി വ്യാപരിക്കട്ടെ. സഭകളുടെ നടുവിൽ ദൈവത്തിന്റെ സ്നേഹം വ്യാപരിക്കട്ടെ. ഇങ്ങനെയുള്ള ഓൺലൈൻ കൂട്ടായ്മയിലൂടെ പരിശുദ്ധാത്മാവിന്റെ വലിയ സ്നേഹം വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കാൽവരിയിൽ നമ്മൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു സ്നേഹം, ഉടവുചാൽ പോലെ അവന്റെ ശരീരം കീറിയെന്ന് വായിക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഹല്ലേലൂയ ഒരു പ്രത്യേക രൂപം, ഒരു ചെറിയ കിരീടവും ചെറിയ ആണിയൊന്നും
കൊണ്ടൊന്നുമല്ല അടിച്ചത്. ഹല്ലേലൂയ. ഭീകരമായ അവസ്ഥയാണ്. ക്രൂശീകരണത്തെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഭീകരമായ അവസ്ഥയിലൂടെയാണ് യേശു കടന്നുപോയത്. എന്തിനു വേണ്ടിയാ? ഒരു വാക്കിനാൽ ദൂതന്മാരെ ഇറക്കാൻ കഴിവുള്ള കർത്താവ് നമ്മൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മിണ്ടാതിരുന്നെന്ന്. ഹല്ലേലൂയ. അവനെല്ലാം അനുഭവിച്ചെന്ന്, അവനെല്ലാം സ്വീകരിച്ചെന്ന്, അല്ലെങ്കിൽ അവൻ മരണം ആസ്വദിച്ചെന്ന കർത്താവ് വചനത്തിൽ എഴുതിയിരിക്കുന്നേ. മരണത്തെ എങ്ങനെ ആസ്വദിക്കാൻ പറ്റും? അത് ദൈവത്തിന്റെ നിയോഗത്തിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിലേ ഈ കഷ്ടത ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ അനുസരണ ഉണ്ടെങ്കിലേ കഷ്ടത നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രികാലം കുടുംബത്തിന്റെ പ്രയാസങ്ങളിലൂടെ ചെറിയ ചെറിയ പ്രതികൂലങ്ങളെ കടന്നു പോകുമ്പോൾ, മനസ്സ് അസ്വസ്ഥത ഏർപ്പെടുമ്പോൾ കാൽവരിയിലേക്ക് നോക്കുക. അവിടെ ഒരു വനിത അവസാന തുള്ളി രക്തവും നമ്മൾക്ക് വേണ്ടി ഒഴുക്കി തന്നിട്ട് ഹല്ലേലൂയ നമുക്ക് വേണ്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക്, പിതാവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കിടക്കുന്ന ഒരു യേശു ക്രിസ്തു. ആ യേശുവാണ് നമ്മുടെ മാതൃക. ഒന്ന് പറഞ്ഞാൽ 10 തിരിച്ചു പറയുന്ന കുടുംബങ്ങളിൽ, സ്വഭാവങ്ങളുടെ നടുവിൽ യേശു പറയുന്നു, മുഖത്ത് തുപ്പിയവനെയും നിന്ദിച്ചവനെയും തല്ലിയവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം. അസാധാരണമായ ഒരു ദൈവിക ഭാവം അവിടെ ഇല്ലേ? ഏത് ദൈവമുണ്ട്? ഈ ലോകത്ത് ഒത്തിരി ദൈവങ്ങളുണ്ട്, അനേക മെന്റർമാരുണ്ട്, അനേക ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, അനേക ആളുകൾ, ഹല്ലേലൂയ, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സ്പീക്കേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്കൊന്നും കഴിയാത്ത ഒന്ന് യേശുവിന് കഴിഞ്ഞു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി സംസാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പത്രോസിലൂടെ വളരെ ശക്തമായി നമുക്ക് കിട്ടിയ വചനത്തിനായി നമുക്ക് ദൈവം സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരം ഖത്തർ പ്രാർത്ഥന ജൂനിയർ ചാപ്റ്ററിന്റെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ശക്തമായ നമുക്ക് ആത്മീയ പ്രചോദനം നൽകുന്ന ഒരു ഗാനമാണ് നമ്മുടെ ഗായകർ ഒരു ചെറിയ പാട്ടിന്റെ ഇരടികളോട് പാടിയാൽ നന്നായിരിക്കും. പ്രത്യാശയോടിത ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും എന്നുള്ള ഒരു ഗാനം. അതാ അല്ല, നിങ്ങൾ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാടാം, കുഴപ്പമില്ല. ഞാൻ എൻ്റെ മനസ്സിൽ പ്രചോദിതമായത് പറഞ്ഞതേ ഉള്ളൂ. വളരെ ശക്തമായ ഒരു ആത്മീയ ദൂത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് തന്നു. ഇത്രയും ഡിവൈസിനെ പങ്കെടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. നമുക്കറിയാം, എല്ലാവരും കേരളത്തിൽ നിന്ന് ഉള്ളവർ അധികം പേരില്ലായിരുന്നു. നമ്മുടെ ബെൻസൺ ഭാഷ ഉണ്ടായിരുന്നു, സുരേന്ദ്രൻ ഭാഷ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഖത്തറിൽ നിന്നുള്ളവരാണല്ലോ. അതുകൊണ്ട് ദയവായി പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നത് വരെ എല്ലാ ഡിവൈസും ഇതിൻ്റെ അകത്തുണ്ടായിരിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തമേറിയ ഒരു ദൂത് പത്രോസിനെ ആസ്പദമാക്കി കർത്താവിന്റെ വചനം ഇന്ന് രാത്രി പറവാനിടയായി. പ്രിയരെ, നമുക്കൊരു നിമിഷം ദൈവസന്നിധി സമർപ്പിക്കാം. വളരെ പ്രത്യാശയോടെ ദിവസങ്ങളിൽ മുന്നേറേണ്ട സമയമാണ് ഈ ദിവസങ്ങൾ. വളരെ ശക്തമായി നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാകട്ടെ. ഞാൻ ഇപ്രകാരം പ്രിയ ബിനീഷ് ദൈവവചനം സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, 2 മലയിൽ കൊണ്ടുപോയി രണ്ടിടത്തും പത്രോസ് ഉറങ്ങി. ഒന്നാമതായിട്ട് കൊണ്ടുപോയി നമ്മൾ താബോർ മലയെന്ന് പേര് വിളിക്കും, പക്ഷേ താബോർ മലയെന്ന് പേരില്ല. ഉയർന്ന മലയിൽ കൊണ്ടുപോയി പത്രോസിനോടും യോഹന്നാനോടും യാക്കോബിനോടും പറഞ്ഞു, ആമേൻ. അത് നോക്കിയപ്പോൾ അവർ ഉറങ്ങുകയാണ്. ഗെത്സമനയിൽ കൊണ്ടുപോയി പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഉറക്കമാണ്. എന്നാൽ പത്രോസ് എഴുതുമ്പോൾ അവസാനം ലേഖനത്തിൽ എഴുതുന്നത് ഉണർന്നിരിപ്പീൻ, വെയ്ക്കപ്പ് വെയ്ക്കപ്പ് എന്ന് ആവർത്തിച്ചു പറയുക. എങ്ങനെ അത് സാധിച്ചു? പ്രിയ ബിനീഷ് ഓർപ്പിച്ചതുപോലെ മർക്കോസിന്റെ മാളിമുറിയിൽ കയറിയത് പ്രത്യേക സ്വഭാവത്തോടു കൂടിയാണ് പുറത്തു വന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കട്ടെ. ദൈവവചനം നമ്മെ പ്രചോദനമായി തീരട്ടെ. ഈ നാളുകളിൽ പ്രത്യാശ വർദ്ധിക്കുവാനിടയാകട്ടെ. ഇന്ന് രാത്രിയിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം സംസാരിച്ച പ്രിയ സഹോദരൻ ബിനീഷിനോടുള്ള സ്നേഹവും നന്ദിയും ഖത്തർ ചാപ്റ്ററിന് വേണ്ടി ഞാൻ അറിയിക്കുന്നു. ഇപ്പോൾ ഗായസംഘം ഒരു ചെറിയ പാട്ട്, ചെറിയ വരികൾ മാത്രം, തുടർന്ന് പ്രിയ പ്രിൻസ് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുശംസേ ഓർക്കുന്തോറും ധന്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുശംസേ ഓർക്കുന്തോറും ധന്യം. ലക്ഷ്യമെന്നും കാണുന്ന ലോകത്തന്നൊരു
മനുഷ്യരെങ്ങും കാണുന്നല്ലോ കത്തിനൊരു നിത്യമായ രക്ഷയേത പക്ഷമായി നൽകിയിടും, നിത്യമായ രക്ഷയേത പക്ഷമായി നൽകിയിടും. ലക്ഷത്തിൽ സുന്ദരം അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. ലക്ഷത്തിൽ സുന്ദരം അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. പ്രത്യാശയോടിനാ ഭക്തരനുണർന്നേ വന്നുരിക്കുമ്പോൾ വിശ്വസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിനാ ഭക്തരനുണർന്നേ വന്നുരിക്കുമ്പോൾ വിശ്വസേ ഓർക്കും തോറും രമ്യം. രാജനേശു വന്നിടും നീ അറുകിയിട്ടുണ്ടോ, രാജനേശു വന്നിടും നീ അറുകിയിട്ടുണ്ടോ, നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ, നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ. പ്രിയ സോദരാ നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കുവയ്ക്കുന്നു നീ വഹിക്കുന്നുണ്ടോ. പ്രിയ സോദരാ നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കുവയ്ക്കുന്നു നീ വഹിക്കുന്നുണ്ടോ. പ്രത്യാശയോടിതാ ഭക്തരനുണർന്നേ വന്നുരിക്കുമ്പോൾ വിശ്വസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരനുണർന്നേ വന്നുരിക്കുമ്പോൾ വിശ്വസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരനുണർന്നേ വന്നുരിക്കുമ്പോൾ വിശ്വസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയായ നമ്മുടെ കർത്താവ് വരുവാൻ കാലമായി. നമ്മുടെ പ്രത്യാശ പുതുക്കുവാനിടയാകട്ടെ, പ്രത്യാശ വർദ്ധിക്കുവാനിടയാകട്ടെ. കേൾക്കപ്പെട്ട വചനത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് വിവിധ പ്രോഗ്രാമുകൾ ചെയ്ത എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. കടന്നു വന്ന ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ പ്രിൻസിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഗാനങ്ങൾ പാടുവാൻ പ്രിയ ഭവനം വിട്ടുകൊടുത്ത ബിനോയോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. തുടർന്ന് പ്രിയ പ്രിൻസ് ചുരുക്കം വാചകത്തിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ലൊരു സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പാ ഈ സന്ധ്യാസമയത്ത് കർത്താവേ ഹല്ലേലൂയ ഈ സൂമിൽ കൂടെ ദൈവമേ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവമേ അനവധി വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാനും ദൈവമേ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാനൊക്കെ ദൈവം സാവകാശങ്ങൾ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നല്ലോ. ദൈവമേ ആദ്യമായിട്ട് ദൈവമേ സ്തോത്രം ചെയ്യുന്നു. മനോഹരമായി പാട്ടുകൾ പാടുവാൻ ദൈവമേ പ്രിയ സഹോദരങ്ങളെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നല്ലോ. കർത്താവരെ ശക്തീകരിക്കണമേ, വീണ്ടും അവരെ ബലപ്പെടുത്തുവാനെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥന ലീഡ് ചെയ്ത ദൈവമേ പ്രിയ സഹോദരനെ ദൈവം ബലപ്പെടുത്തുവാനേ ദൈവമേ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെയും മേൽ ദൈവമേ വരുന്ന ദിവസങ്ങൾ ദൈവിക വിടുതൽ കണ്ട ദൈവത്തെ മഹത്വീകരിപ്പാൻ എന്റെ ദൈവമേ അങ്ങ് സഹായിക്കുവാനെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ അവസാനമായിട്ട് ദൈവമേ കേൾപ്പിച്ച ദൈവമേ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ ആലോചനയ്ക്ക് മുൻപാകെ ദൈവമേ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവിക ദർശനം പ്രാപിപ്പാൻ ദൈവിക ആലോചനകൾ പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നേറുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുവാനെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഓരോ ദിവസവും പ്രത്യാശയോടെ ജീവിതം നയിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങൾ ഞങ്ങളുടെ ദൈവമേ ഏതൊക്കെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവമേ പ്രത്യാശ കൈവിടാതെ ഓരോ ദിവസവും മുന്നേറുവാൻ ദൈവം ഞങ്ങളെ ശക്തരാക്കുമാരെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ പ്രൈസ് ലോർഡ് പ്രാർത്ഥന ലീഡ് ചെയ്ത് ഞങ്ങളുടെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുവാനെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അമ്മേൻ ഒരു പ്രാവശ്യത്തോടെ പ്രാർത്ഥന ധനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയൊരു പ്രവൃത്തി ദൈവമേ പ്രതികാല ഓരോ ചാപ്റ്ററിലും ദൈവമേ വെളിപ്പെടുവാൻ വേണ്ടി ദൈവമേ അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനു വേണ്ടി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിന് ദൈവമേ ഹല്ലേലൂയ നേതൃത്വം കൊടുക്കുന്ന ദൈവമേ പാസ്റ്റർ ബെൻസൺ പാസ്റ്ററിനെ കുടുംബമായിട്ട് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുവാനെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഖത്തർ ചാപ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദൈവമേ ദേവദാസിനെ കുടുംബമായിട്ട് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ള എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനായി സ്തോത്രം, എല്ലാവരെയും ദൈവം ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രതികാരം കടന്നു വന്ന ഏവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവരെല്ലാം ബലപ്പെടുത്തുവാനെ ശക്തീകരിക്കണമേ. വീണ്ടും ദൈവകൃപയിൽ വരെ പൊതിഞ്ഞുകൊള്ളുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ. സമസ്ത വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൃപയിൽ മറച്ചുള്ള സകല മാനവും മഹത്വം അംഗീകരിപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.
ആമീൻ. പ്രിയ ബെൻസൺ പാസ്റ്റർ ലൈനിലുണ്ടെങ്കിൽ ആശീർവാദം പറയാം. പ്രിയ ബെൻസൺ പാസ്റ്റർ ലൈനിലുണ്ടെങ്കിൽ ആശീർവാദത്തിനുള്ള സമയമുണ്ട്. ബെൻസൺ പാസ്റ്റർ ലൈനിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയുന്നു. കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ഇന്ന് രാത്രിയിൽ ദൈവം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രത്യാശയോടുകൂടി ജീവിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നും എപ്പോഴും, പ്രത്യേകിച്ച് പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തനങ്ങളോടുകൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരുവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഖത്തർ ചാപ്റ്റർ കൗൺസിലിന്റെ തീരുമാനപ്രകാരം നമ്മൾ ഒന്നിടവിട്ടാണ് ഈ മീറ്റിംഗ്. അതായത് ഈ മാസത്തെ ഇപ്പൊ സൂമിൽ നടന്നെങ്കിൽ അടുത്ത മാസത്തെ ഇനിയും നമ്മൾ ചർച്ചിൽ വെച്ചായിരിക്കും. ആ കാര്യങ്ങൾ പുറകാലെ അറിയിക്കും. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗുഡ് നൈറ്റ്.